ഓക്കെ. നമ്മൾ പഠിക്കുന്നത് MPC5 റിസർച്ച് മെത്തഡോളജീസ് ഇൻ സൈക്കോളജി ആണ്. അതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. റിസർച്ച് എന്താണെന്ന് പഠിച്ചു. റിസർച്ചിലെ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റ് ആണ് റിലയബിലിറ്റി, വാലിഡിറ്റി എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് വേരിയബിൾസ് ആൻഡ് കൺസ്ട്രക്റ്റ് ആയിരുന്നു. റിലയബിലിറ്റിയും വാലിഡിറ്റിയും മനസ്സിലാക്കി. റിസർച്ച് നടക്കുന്നത് വേരിയബിൾ വെച്ചിട്ടാന്ന് പറഞ്ഞു. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺസ്ട്രക്റ്റ് എന്ന കോൺസെപ്റ്റ് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി റിസർച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് നടത്തണമെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഹൈപ്പോത്തിസിസ്, സാമ്പിളിംഗ്. റിസർച്ചിൽ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ്. വേരിയബിൾ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പോത്തിസിസ് ആണ്. ഏത് റിസർച്ച് നടക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ വേണ്ട ഒരു സംഭവമാണ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. നമ്മൾ പഠിച്ചിരുന്നു റിസർച്ചിന്റെ സ്റ്റെപ്പുകൾ. എന്താ നമ്മൾ പഠിച്ചത്? ആദ്യം ഒരു പ്രോബ്ലം കണ്ടെത്തണം അല്ലെ? കൃത്യമായിട്ട് ഒരു പ്രോബ്ലം കണ്ടെത്തിയിട്ട് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പുതിയ പ്രതിവിധിയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഫീൽഡ് റിസർച്ച് ഒരു സ്റ്റഡിയൊക്കെ നടത്തണം. അഥവാ നിലവിലുള്ള റിസർച്ച് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ലിറ്ററേച്ചറൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ശരിയാണോ അല്ലേ എന്ന് നമ്മൾ അന്വേഷണം നടത്തണം. അപ്പൊ നമ്മൾ വേരിയബിൾസിന്റെ ആവശ്യം ഉണ്ടാവും. ഈ വേരിയബിൾസ് ഏതാണ്? ഇൻഡിപെൻഡന്റ് ആകാം, ഡിപെൻഡന്റ് ആകാം. അവരെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം. ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യേണ്ടത്? സാമ്പിളിലൂടെ കളക്ട് ചെയ്യാം. അപ്പോ എന്താണ് ഹൈപ്പോത്തിസിസ്, എന്താണ് സാമ്പിൾ എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. റിസർച്ചിന്റെ ബേസിക് പോയിന്റുകളാണ് കേട്ടോ. എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുന്നുള്ളതും ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയ ഹൈപ്പോത്തിസിസ് ശരിയാണോ അല്ലേ, തെറ്റാണോ, അതിൽ വല്ല മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ യൂണിറ്റ് അവസാനിക്കുമ്പോഴേക്ക് സാമ്പിൾ എന്താന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ കണ്ടെത്തല്, ഏതെല്ലാം രീതിയിലുള്ള സാമ്പിളുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ യൂണിറ്റ് നിന്ന് പഠിക്കാം. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എ ടെന്റേറ്റീവ് ആൻഡ് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. വളരെ സിമ്പിൾ ആണ്. ടെന്റേറ്റീവ് ആണ്, ടെസ്റ്റബിൾ ആണ്, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതെന്തല്ല, അത്ര കൃത്യമല്ല, മറിച്ച് ടെന്റേറ്റീവ് ആണ്. അങ്ങനെയും ആവാം, ഇങ്ങനെയും ആവാം. അതും ശരിയാണ്, ഇതും ശരിയാണെന്ന് പറഞ്ഞാൽ രണ്ടിനും സാധ്യതയുണ്ട്. മാത്രമല്ല ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതാണ് റിസർച്ച്. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് നടത്താനുള്ള ഒരു വടി. ആ വടി കൊണ്ടാണ് നമ്മൾ അടി തുടങ്ങുക. ഇസ് എ ടെന്റേറ്റീവ് ഓർ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ പറഞ്ഞാൽ ദാറ്റ് സജസ്റ്റ് എ പോസിബിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ആ റിലേഷൻ അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ, കോറിലേഷൻ എന്താണെന്നുള്ള ആർക്കില്ല. ഓക്കെ. അപ്പൊ ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം അത് പറഞ്ഞതുപോലെ ശരിയാണോ അല്ലേ, ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, കൂടുതൽ ബന്ധമുണ്ട്, തീരെ ബന്ധമില്ല, തീരെ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കണ്ടെത്തുക. വേരിയബിൾ ഇവന്റ് ഉണ്ട്. ഉദാഹരണം സ്ട്രെസ് ഈസ് റിലേറ്റഡ് ടു സ്ലീപ്പ് ക്വാളിറ്റി. ഒരു സ്റ്റേറ്റ്മെന്റ്. അത് സ്ട്രെസ് സ്ലീപ്പ് ക്വാളിറ്റിയുമായി ബന്ധമുണ്ട്. നമ്മുടെ ശാരീരികമാകാം മാനസികമായ പിരിമുറുക്കങ്ങൾ അത് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റിയുമായി ബന്ധമുണ്ട്. അഥവാ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കുറയും, തീരെ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ സ്ട്രെസ് കൂടും എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ശരീരത്തിലുള്ള മാനസികവും ശാരീരികമായ സ്ട്രെസ്സും സ്ലീപ്പുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ തെളിയിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇത് വെച്ച് നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഹൈപ്പോത്തിസിസ് വെക്കും. സ്ട്രെസ്സും ഉറക്കവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുക ആദ്യം. അതായത് അതാണ് നമുക്ക് വരാം. എന്നിട്ട് പിന്നെ പഠനം നടത്തും. അപ്പോ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടെന്റേറ്റീവായ ടെസ്റ്റബിൾ ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ റോൾ എന്താ? ഈ റിസർച്ചിൽ എന്താ ഹൈപ്പോത്തിസിന് ചെയ്യാനുള്ളത്? പൂച്ചക്കെന്ത് പൊന്നൂക്കിനോർത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റോൾ ഒന്ന് ടെന്റേറ്റീവ് ആൻസർ ആണ്. ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നെങ്കിൽ ആൻസർ ആണ്, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആൻസർ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഒരുപക്ഷെ ആൻസർ ആകാൻ സാധ്യതയുണ്ട്. അഥവാ നമ്മളത് സ്വീകരിക്കും, ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ റിജക്ട് ചെയ്യും.
അതല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്ത് മറ്റേനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ഓർ ഡിഫൈൻഡ് റിസർച്ച് പ്രോബ്ലം. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന റിസർച്ച് പ്രോബ്ലത്തിന്റെ എയ്തർ ആൻസർ ആണ് അല്ലെങ്കിൽ ആൻസറിന്റെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് വെക്കുമ്പോഴാണ് നമ്മുടെ റിസർച്ചിന് ഒരു ഗ്രൗണ്ട്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റിസർച്ച് ചെയ്യണം. എന്ത് റിസർച്ച്? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് റിസർച്ച് എടുക്കുക. അപ്പൊ നമുക്ക് നടത്താനുള്ള റിസർച്ചിന് ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ഗ്രൗണ്ട്, എന്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, എത്ര ആഴത്തിൽ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതൊരു ബ്രിഡ്ജ്, അതൊരു ബ്രിഡ്ജിങ് ഗ്യാപ്പിന്റെ ബ്രിഡ്ജാണ്, അതായത് ബ്രിഡ്ജിങ് ദ ഗ്യാപ്പാണ്. അതായത് തിയറിയും റിയാലിറ്റിയും ഇത് തമ്മിൽ ഒരു തിയറിയാണ് എസ്റ്റാബ്ലിഷ്, അത് ശരിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റിസർച്ച് നടത്തിയിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ആ തിയറി ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ആ തിയറി തെറ്റാണ് എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു തിയറി, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അഥവാ ഹൈപ്പോത്തിസ് ആണ് ക്ലിയർ ഫോക്കസ് ആൻഡ് ഡയറക്ഷൻ. നമ്മൾ റിസർച്ച് തുടങ്ങി കഴിഞ്ഞാൽ പല രീതിയിൽ പോകാൻ സാധ്യത. എക്സ്പെരിമെന്റൽ റിസർച്ച് ആട്ടെ, കോറിലേഷൻ മെത്തേഡ് ആട്ടെ, അല്ലെങ്കിൽ മറ്റേ കമ്പാരിറ്റീവ് റിസർച്ച് ആട്ടെ, അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടർ ആട്ടെ, ഡബിൾ ഫാക്ടർ ആട്ടെ, മൾട്ടി ഫാക്ടർ ആട്ടെ, അങ്ങനെ ഏത് റിസർച്ച് ആണെങ്കിലും അത് ഏത് രീതിയിൽ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിന് വളരെ പ്രധാനപ്പെട്ടാണ്. ആ എല്ലിനനുസരിച്ച് നമ്മൾ പിന്നെ കടി തുടങ്ങുന്നത്. ഹൈപ്പോത്തിസിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്, ഇത് ടെസ്റ്റബിൾ ആണ്. ശരിയാണോ തെറ്റാണോ, എത്രമാത്രം ശരിയാണ് എത്രമാത്രം തെറ്റാണ്, അതും ഇതും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. സ്പെസിഫിക് ആയിരിക്കും. എന്തെങ്കിലും വാഗ് ഒരു സാധനം പറഞ്ഞാൽ പറ്റില്ല, മറിച്ച് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പിന്നെ നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു റെലവൻസ് ഉള്ള എന്തെങ്കിലും അല്ല, എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്യുക എന്നല്ല റിസർച്ച്, മറിച്ച് നമ്മൾ എന്താണോ വിഷയമായിട്ട് എടുത്തത്, പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏത് പ്രശ്നമാണോ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുമായി കണക്ഷൻ ഉള്ളതായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. പിന്നെ വളരെ സിമ്പിൾ ആയിരിക്കും, കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഉണ്ടാവില്ല, വളരെ സിമ്പിൾ ആയ സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, സ്ട്രെസ് ഈസ് റിലേറ്റഡ് ടു സ്ലീപ്പ് ക്വാളിറ്റി, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അത് ശരിയാണോ അല്ലേ എന്ന് നമ്മൾ റിസർച്ച് ചെയ്യുക ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ. എങ്ങനെയാണ് ഈ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുന്നത്? ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുമ്പോൾ 4-5 സ്റ്റെപ്പുകളുണ്ട്. അതൊരു ക്രിയേറ്റീവ് ടാസ്ക് ആണ്. അതായത് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി വേണം, ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കണം. ബിയോണ്ട് ദ ലൈന്, ബിയോണ്ട് ദ യൂഷ്വൽ പ്രോസസ്സിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയുന്നവർക്കായിരിക്കും നല്ല ഹൈപ്പോത്തിസിസ് ക്രിയേറ്റീവ് ആണ്. എന്താണ് അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകൾ, പരിഗണിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, ഡെറിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഹൈപ്പോത്തിസിസ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ്. നമ്മളൊരു പ്രോബ്ലം എസ്റ്റാബ്ലിഷ് ചെയ്യും, ആ പ്രോബ്ലം പറഞ്ഞ് വളരെ കൃത്യമായ സയന്റിഫിക് ഒരു വിഷയം പറയും, അതിൽ നിന്നാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് നമ്മൾ എടുക്കുന്നത്. അപ്പോ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിലവിലുള്ള റിസർച്ച്, അല്ലെങ്കിൽ നിലവിലുള്ള റിസർച്ചിന്റെ പോരായ്മകൾ, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ അഭിമുഖീകരിച്ചിരിക്കേണ്ട ഒരു പ്രശ്നം, കോവിഡ് എന്നതൊരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ കാരണക്കാരൻ എന്താണ്, അതിനെന്താ മരുന്ന്, അത് റിസർച്ചിലേക്ക് പോകണം. അപ്പൊ ആ ഒരു പ്രശ്നം, അതിൽ നിന്നാണ് നമ്മൾ ഇതെടുക്കുന്നത്. അപ്പൊ ഡെറിവേഷൻ ആണ്. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം കിട്ടിയാൽ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നല്ലോണം പഠനം നടത്തും. അതിനെക്കുറിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പഠനങ്ങൾ, ഏതെല്ലാം റിസർച്ചുകൾ നടന്നിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂ നടത്തും. എന്നിട്ട് ആ ലിറ്ററേച്ചർ റിവ്യൂ നടന്നിട്ട് ക്രിയേറ്റീവായ ഒരു ഹൈപ്പോത്തിസിസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിയറിയിൽ നിന്ന്, അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നത്തിൽ നിന്നാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ആ പ്രശ്നത്തെ നല്ലോണം പഠിക്കണം. അതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിനൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ഇത് തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ ബന്ധമില്ല, പരസ്പര ബന്ധിതമാണ് അല്ലെങ്കിൽ തീരെ ബന്ധമില്ല, ഇത് അതിന് കാരണമാകുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇതിന്, അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോകുക. പ്രധാനമായിട്ടും നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ പൊതുവെ എങ്ങനെയാണെങ്കിൽ ഈഫ് എന്ന് പറഞ്ഞ് then. ഉദാഹരണം, if A is true, ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ശരിയാണെങ്കിൽ then B should, അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ഉദാഹരണം, കള്ളുകുടി കൂടുകയാണെങ്കിൽ ആരോഗ്യം നശിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, if ചായ കൂടി കൂടുകയാണെങ്കിൽ അത് കാരണം അവന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അവർ ഈ ഫുഡ് ഉണ്ടോ ഇല്ലേ എന്ന് പിന്നെ നമ്മൾ പഠനം നടത്തിയ. ഫോർ എക്സാമ്പിൾ പറയാം, if students receive praise then their motivation increases. കുട്ടികൾക്ക് പ്രോത്സാഹനം കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താവും, ആ ഒരു ധൈര്യം, കോൺഫിഡൻസ് ഒക്കെ കൂടും, അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടും. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എ ഉണ്ട് എങ്കിൽ അത് കാരണം ബി ഉണ്ടാകും, അല്ലെങ്കിൽ എ ഇല്ല എങ്കിൽ അത് ബി ഇല്ലാതെയാകാൻ, ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും.
മറ്റൊരു സ്റ്റേറ്റ്മെന്റ് there is a relation between attendance and exam performance. എത്രമാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ഓൺലൈൻ ക്ലാസ് ആണല്ലോ, വരല് നിർബന്ധമില്ല, പക്ഷെ എത്രമാത്രം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അത് നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഹൈ സ്കോർ ചെയ്യാൻ പറ്റും, ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു റിലേഷൻ ആണ്. ഇങ്ങനെ ഒരു ഒന്നാമത്തത് രണ്ടാമത്തിന് കാരണമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തത് രണ്ടാമത്തിന് കാരണമല്ല, അല്ലെങ്കിൽ ഒന്നും രണ്ടും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും കണക്ഷൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കും സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ സ്റ്റെപ്സ്. ഇനി ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിസർച്ചിന്റെ ആദ്യ സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുക എന്നുള്ളത്, പിന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? സയന്റിഫിക് ആയ ഒരു റിസർച്ച് ആവുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഒന്നും കൂടി എന്താണ് ഒരു വാലിഡ് ആയ ഒരു റീസണബിൾ ആയ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? നല്ല തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് വേണം. നമ്മൾ ഏത് രീതിയിലുള്ള റിസർച്ച് ആണ് നടത്തുന്നത്? നിങ്ങൾ പഠിക്കും, ഈ അടുത്ത ബ്ലോക്കിൽ പഠിക്കും റിസർച്ച് ഡിസൈൻസ്. ഏത് തരത്തില് റിസർച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങി ഏതെല്ലാം സ്റ്റെപ്പിലൂടെ പോയിട്ട്, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്സുകളൊക്കെ എന്തൊക്കെയാണ്, അതല്ല കമ്പാരിറ്റീവ് റിസർച്ച് ആണെങ്കിൽ എങ്ങനെയാണ്, ഇതെല്ലാം കോറിലേഷൻ റിസർച്ച് എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ്. അപ്പൊ അത് മൊത്തത്തിൽ ഇതിന്റെ തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഉള്ള ഒരാൾക്കാണ് അടിപൊളിയായ ഒരു എന്താ പറയാ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ്. രണ്ട്, ഈ തിയറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം. ഏത് വിഷയത്തെ കുറിച്ചാണോ പഠിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ച ഒരാൾക്കാണ്, നല്ല അവയർനെസ് ഉള്ള ആൾക്കാണ് നല്ലൊരു ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചക്കട്ടന്മാരിട്ടാരി എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ പറയാം, അതല്ല വേണ്ടത്. പിന്നെ സയന്റിഫിക് ടെക്നിക്കുകൾ, അതുപോലെ റിസർച്ച് സ്കില്ല് അത് കുറവാണെങ്കിൽ, സയന്റിഫിക് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസ് ആകുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും, ഇതെങ്ങനെ ഉണ്ടാവും, അതിന് ഓരോ മെത്തേഡുകൾ ഉണ്ടായിരിക്കും, ആ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുമ്പോഴേ സയന്റിഫിക് ആവുള്ളൂ. അങ്ങനെയുള്ള ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സയന്റിഫിക് അക്യൂം, അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്കാണ് നല്ല ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മൊത്തത്തിൽ കൊട്ടക്കണക്കിന് എന്തെങ്കിലും പറയലായിരിക്കും, അതൊരു നല്ല ഹൈപ്പോത്തിസിസ് അല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഹൈപ്പോത്തിസിന്റെ മറ്റൊരു പ്രശ്നം വെച്ചാൽ ടെസ്റ്റബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക വാഗ്യുനെസ്. ടെസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഒരു ടെസ്റ്റബിൾ ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ് പറഞ്ഞത്. അപ്പൊ ചില സ്റ്റേറ്റ്മെന്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് അതിനൊരു തലയും പാലും ഉണ്ടാവില്ല, അതൊരു പ്രശ്നമാണ്. അപ്പൊ ടെസ്റ്റബിലിറ്റി ഉണ്ടായിരിക്കുക, ക്ലാരിറ്റി കുറഞ്ഞ് വാഗ്യൂറ്റി, ആംബിഗ്യൂറ്റി ഉണ്ടാകും, ഇതൊക്കെ ഇതിന്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നല്ല തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനു പുറമെ ഏത് വിഷയമാണോ പഠിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ റിസർച്ച് മെറ്റീരിയലും വായിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ സയന്റിഫിക് മെത്തേഡുകളെ കുറിച്ച് എന്താണ് ഒബ്സർവേഷൻ, എങ്ങനെയാണ് ഒബ്സർവേഷൻ, എന്താണ് ഇന്റർവ്യൂ, എന്താണ് സർവേ, എന്താണ് കേസ് സ്റ്റഡി, എല്ലാം കൃത്യമായി ഇപ്പൊ സാമ്പിൾ ഉണ്ടാക്കുമ്പോൾ ഏതെല്ലാം രീതിയിലാണ്, അങ്ങനെ എല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ടെസ്റ്റബിൾ ആയിരിക്കണം, അതിലൊരു ക്വാളിറ്റി അതിനുണ്ടായിരിക്കണം. ഇതൊക്കെ അതിന്റെ ഇഷ്യൂസ് ആണ്. അഥവാ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഹൈപ്പോത്തിസിസ് എറർ ആകാൻ അഥവാ റിസർച്ച് ഫെയിലിയർ ആകാൻ കാരണമാകും. ഇനി ഇതുവരെ പറഞ്ഞ ഹൈപ്പോത്തിസിന്റെ ബേസിക് കാര്യങ്ങളാണ്. രണ്ട് തരത്തിൽ ഹൈപ്പോത്തിസിസ് ആണ്, ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. രണ്ട് തരം. ഒന്ന് നൾ ഹൈപ്പോത്തിസിസ്, അതിനെ ചുരുക്കി പറയൽ HO എന്നുള്ള നൾ ഹൈപ്പോത്തിസിസ്. മറ്റൊന്ന് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. ഇങ്ങനെ രണ്ട് ഹൈപ്പോത്തിസിസ് നമുക്ക് കാണാനുള്ളത്. എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാല്? എന്താണ് നിങ്ങൾക്ക് അറിയുന്നത്? നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നൾ ഹൈപ്പോത്തിസിസ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? There is no correlation between the variables. Yes. Cause and effect. ഇല്ല എന്ന് പറയാം. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന, നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, ഇവ തമ്മിൽ ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ ഇത് അതിന് കാരണമാകുന്നില്ല. ഇങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഒരു മൈനസ് മീനിങ് കിട്ടുന്ന, അതുകൊണ്ടാണ് സീറോ. ഇല്ല, സീറോ, S0. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. Null hypothesis പറഞ്ഞാൽ statements that there is no relationship, no effect, no difference. ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അല്ലെങ്കിൽ ഇത് അതിന് കാരണമാകുന്നില്ല. എന്താണ്? ഇതും
ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു വ്യത്യാസവുമില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ ഒരു കാരണവുമാവുന്നില്ല എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ഈ വേരിയബിൾസിന്റെ അടിയിൽ ഒരു റിലേഷനും ഇല്ല, അല്ലെങ്കിൽ ഇത് അതിന് കാരണമാകുന്നില്ല, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് എനി ഒബ്സർവ്ഡ് ഇഫക്റ്റ് ഈസ് ദാറ്റ് ആർ ഡ്യൂ. അപ്പൊ പിന്നെ എന്താണ്, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് റാൻഡംലി ഉണ്ടായതാണ്, അതല്ലാതെ ഒരു യഥാർത്ഥ ഒരു കാരണമൊന്നുമല്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ നൾ ഹൈപ്പോത്തിസിസ് ആണ് ഉദ്ദേശിക്കുന്നത് അതൊരു ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു അസംഷൻ തുടങ്ങണം, നമ്മൾ റിസർച്ച് തുടങ്ങല്ലേ, റിസർച്ച് തുടങ്ങി എങ്ങനെയും തുടങ്ങണം. ആ ഒരു തുടക്കം എന്താണ്, ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇനി അത് ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കണം. ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് പഠനം നടത്തിയിട്ട് ആ ഉത്തരമായിട്ട് കിട്ടണം. ഇല്ല എന്ന് പറയണമെങ്കിൽ ഇതും പഠനം നടത്തിയിട്ട് വേണം പറയാൻ. അപ്പൊ ഒരു എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വേണ്ടേ, അതാണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് എന്താണ്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് അസംഷൻ ആണ് ഈ പറഞ്ഞത്. പിന്നെ റിസർച്ച് ചെയ്യുന്ന നമ്മുടെ ജോലി എന്താണ്, നമ്മൾ പൊതുവെ ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത ശേഷം ഇതിനെ ഒന്നെങ്കിൽ റിജക്ട് ചെയ്യുന്നു അഥവാ മറ്റേനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അഥവാ അതിന്റെ ഓപ്പോസിറ്റിനെ റിജക്ട് ചെയ്യുന്നു. ഇതാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, there is no relationship between intelligence and height. ഹൈറ്റും ഇന്റലിജൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ശരിയാണോ എന്ന് എങ്ങനെ പറയാം? അതിന് എന്ത് ചെയ്യണം, നമ്മൾ ഹൈറ്റ് ഉള്ള കുറച്ച് ആൾക്കാരും ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടെത്തണം. എന്നിട്ട് കണ്ടെത്തി റിസർച്ച് നടത്തി അന്വേഷണമൊക്കെ നടത്തിയിട്ട് അതിന്റെ ഡാറ്റ കൺക്ലൂഷനിലേക്ക് ഒത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി പറയും അതെ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിനെ അക്സെപ്റ്റ് ചെയ്തു അഥവാ ആൾട്ടർനേറ്റീവിനെ റിജക്ട് ചെയ്തു. ഇനി അടുത്ത്, there is no significance between significant difference in academic performance between male and female students. സ്കൂളിലെ കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പെർഫോമൻസിൽ, അക്കാഡമിക് പെർഫോമൻസിൽ ഒരു ഡിഫറൻസും ഇല്ല. ഒരു കോളേജിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേരള എടുക്കുക, +2 മാർക്ക് വരുന്ന സമയത്ത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എടുത്താണ്, നമ്മളെ നാട്ടിലെ +2 അല്ലെങ്കിൽ SLC പഠിക്കുന്ന കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടല്ലോ, അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാണ് അക്കാഡമിക് പെർഫോമൻസിൽ ഒരു ഡിഫറൻസും സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് എനിക്ക് പറയാം. ശേഷം ഞാൻ റിസൾട്ട് എടുത്ത് നോക്കണം. 2025 റിസൾട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ പറയാം ശരിയാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യമായ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ നൾ ഹൈപ്പോത്തിസിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അഥവാ ഓപ്പോസിറ്റ് ആയ ഉണ്ട് എന്ന് പറഞ്ഞ ആൾട്ടർനേറ്റീവിനെ റിജക്ട് ചെയ്തു. പക്ഷേ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അധികം കണ്ടെത്തുന്നതാണ് മിക്കവാറും ഡിഫറൻസ് ഉണ്ടായിരിക്കും, ടോപ്പ് മാർക്കൊക്കെ ചില അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിനെ റിജക്ട് ചെയ്ത് ആൾട്ടർനേറ്റ് ആസ്പോസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അടുത്തത് അപ്പോ ഒന്നെന്തായിരുന്നു, നൾ ഹൈപ്പോത്തിസ് അഥവാ HO, ദാറ്റ് മീൻസ് there is no relation. അതിന്റെ ഓപ്പോസിറ്റ് H1 അല്ലെങ്കിൽ HA എന്നൊക്കെ പറയും. H1 എന്ന് പറയുമ്പോൾ ഉണ്ട്, ഒരു പോസിറ്റീവ് അല്ലെ, മറ്റേത് നെഗറ്റീവ് ആയിരുന്നു, അപ്പൊ 0. ഇവിടെ എന്താണെന്ന് വെച്ചാല് ഇതാണ് റിസർച്ചർ എന്ത് ചെയ്യുന്നത്, കണ്ടെത്താൻ ശ്രമിക്കുന്നത്, റിസർച്ചർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ്. മറ്റേതാണ് ബൈ ഡിഫോൾട്ട് ഉള്ളതാണ്, അത് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, അതാണ് ബേസ്. അവിടുന്ന് നമ്മൾ പഠനം തുടങ്ങുകയാണ്. ഇത് ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ അതിനെ ടാബുലേറ്റ് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇതായിരിക്കും അതായിരിക്കും. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാല് അത് സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ്, എ റിലേഷൻഷിപ്പ് difference or effect does exist between the variable being studied. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പും ആ ഗ്രൂപ്പും, അതായത് നമ്മൾ എന്താ പറയാ ടെസ്റ്റ് നടത്തുന്ന ഈ ഗ്രൂപ്പും എന്നാൽ കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും, ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ ബന്ധമുണ്ട്, റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് അതിന് കാരണമാകുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. ഇതിന്റെ രീതി എന്താ, നേരത്തെ എന്തായിരുന്നു, ഇല്ല എന്ന് പറയും. ഇതിന്റെ രീതി എന്താ, ആൾ പോസിബിൾ ഓപ്പോസിറ്റ് ടു ദ നൾ ഹൈപ്പോത്തിസിസ്. അപ്പൊ നൾ ഹൈപ്പോത്തിസിന് ഓപ്പോസിറ്റുള്ള എല്ലാ സാധനവും നമ്മളോട് പരിഗണിക്കും. നൾ ഹൈപ്പോത്തിസിസ് എന്താ പറഞ്ഞു, ഒരു ബന്ധവുമില്ല, കാരണമാകുന്നില്ല, ഒരു എന്താ പറയാ സാമീപ്യവും ഇല്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡിഫറൻസും ഇല്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിഫറൻസ് ഉണ്ട്, ബന്ധമുണ്ട്, കാരണമാകുന്നുണ്ട് എന്നായിരിക്കും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വരിക.
ഇങ്ങനെ വരുമ്പോൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഒന്നെങ്കിൽ വൺ ഡയറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ടു ഡയറക്ഷനിലായിരിക്കും. അതൊക്കെ നിങ്ങൾ സ്റ്റാറ്റ് പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കും. വൺ ടൈൽ, ടു ടൈൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ വൺ ടൈൽ അനോവ മറ്റിലേക്ക് പഠിക്കാൻ പറ്റും. എന്തായാലും ഇങ്ങനെ, അതായത് ഇത് പറഞ്ഞിട്ട് ഇത് അതിന് കാരണമാകുന്നു, അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെയാകുന്ന ഒരു ഡയറക്ഷൻ പറയുന്നെങ്കിൽ, അതായത് ഇതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വൺ ഡയറക്ഷൻ, വൺ ടൈൽഡ് എന്ന് പറയാം. ഇങ്ങനെ ഈ എന്താണ് ഇത് നമ്മൾ ഹൈപ്പോത്തിസിലൂടെ ഉണ്ട് എന്ന് പറയുന്നു, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ആ ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ ഇത് അതിന് കാരണമാകുന്നു, ഇത് അതിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഗുളിക കള്ള് കുടിക്കുന്നത് അല്ലെങ്കിൽ പുക വലിക്കുന്നത് ലങ്സ് ക്യാൻസർ അധികരിക്കാൻ അല്ലെങ്കിൽ തീവ്രമാകാൻ കാരണമാകുന്നു. അതായത് ഇഥവാ ഇതും തമ്മിൽ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞു പോകുകയാണെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ പറയുന്നെങ്കിൽ അത് വൺ ഡയറക്ഷനിലാണ്, അത് വൺ ടൈൽഡ് ആണ്. കാരണം സ്റ്റുഡൻസ് ഹു സ്റ്റഡി മോർ അവേഴ്സ് സ്കോർ ഹയർ ഓൺ ടെസ്റ്റ്. 10 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയും 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. 10 മണിക്കൂർ അഥവാ കൂടുതൽ പഠിക്കുന്ന കുട്ടിക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്ന രീതിയിലൊക്കെയാണ് എത്തുന്നെങ്കിൽ നോൺ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് എക്സിസ്റ്റ് എന്ന് പറയും. That is a difference exists but not its direction. Difference ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഡയറക്ഷൻ പറയുന്നില്ല. കാരണം there is a difference in the test score between students who study and those who. അതായത് പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും അവരുടെ പെർഫോമൻസിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് കാരണം അത് അങ്ങനെയാകുന്നു, അത് ഇത്രമാത്രം കൂടുന്നു എന്നൊരു ഡയറക്ഷൻ പറയുന്നില്ല എങ്കിൽ എന്താണ്? നോൺ ഡയറക്ഷൻ ആണ്, ടു ടൈൽഡ് ആണ്. ഡിഫറൻസ് നിങ്ങൾക്ക് സ്റ്റാറ്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാല് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പഠനം നടത്തിയിട്ട് ദ സാമ്പിൾ ഡാറ്റ ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് HO അഥവാ നൾ ഹൈപ്പോത്തിസിസുമായിട്ട് ഒരു ബന്ധവുമില്ല, നൾ ഹൈപ്പോത്തിസുമായിട്ട് യോജിക്കുന്നില്ല എങ്കിൽ ദ റിസർച്ചർ റിജക്ട് ദ HO അഥവാ നൾ ഹൈപ്പോത്തിസിനെ അവൻ റിജക്ട് ചെയ്യുന്നു ആൻഡ് കൺക്ലൂഡ് ദാറ്റ് ദ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഇസ് സപ്പോർട്ടഡ് ആക്സെപ്റ്റഡ്. ഇതാണ് സാധാരണ ചെയ്യുക. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പറയും, ആ സ്റ്റേറ്റ്മെന്റ് മിക്കവാറും നെഗറ്റീവ് ആയിരിക്കും, അഥവാ ദർ ഇസ് നോ റിലേഷൻ, ദർ ഇസ് നോ എന്താ പറയാ ഡിഫറൻസ്, അല്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് എ റീസൺ ഫോർ ദാറ്റ് എന്നാ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? റിസർച്ച് നടത്തിയിട്ട് അവസാനം അവൻ കൺക്ലൂഷനിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനോട് ഒരു ബന്ധവുമില്ല, അഥവാ അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതിനെ സ്റ്റേറ്റ് ചെയ്യുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് റിസർച്ച് നടക്കാറ്. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്താണെന്നുള്ളതും അതിലെ രണ്ട് രൂപങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ പഠിച്ചു. ഇനി പൊതുവെ ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാം, എറർ. അത് നിങ്ങൾ സ്റ്റാറ്റിയിൽ കൃത്യമായി പഠിക്കും, എന്നാലും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. എന്തായാലും ചോദിക്കും പരീക്ഷയ്ക്ക്. ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുക. ഹൈപ്പോത്തിസിസ് നമ്മൾ പഠിച്ചു. ഹൈപ്പോത്തിസിസ് ഉണ്ടാകുമ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പഠിച്ചു. നള്ളുണ്ട്, ആൾട്ടർനേറ്റ് ഉണ്ട് പറഞ്ഞു. നള്ള് പറഞ്ഞാൽ ബന്ധമില്ല, കാരണമാകുന്നില്ല, ഒരു ഇല്ല ഇങ്ങനെ പറയുന്നത്. അത് HO എന്നുള്ളത്. ഉണ്ട് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ്. അങ്ങനെ റിസർച്ച് നടത്തിയിട്ട് ഇല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഉണ്ട് എന്നതിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നു, ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതല്ല, നമ്മൾ റിസർച്ച് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനെ ഒന്നാമത്തെ റിജക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ സ്വീകരിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ റിസർച്ച് നടത്തി വരുമ്പോൾ ഹൈപ്പോത്തിസിസ് ഒക്കെ കൊണ്ടുവന്ന് ലാസ്റ്റ് വരുന്ന ഇങ്ങനെ വരുന്നതിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും? രണ്ട് തരം മിസ്റ്റേക്കുകൾ വരാം. ഒന്ന് ടൈപ്പ് 1 എറർ, രണ്ട് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എററിന് ആൽഫ എറർ എന്നും ടൈപ്പ് 2 എററിന് ബീറ്റ എറർ എന്നും പറയും. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ചെറിയ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ സ്റ്റാറ്റിയിൽ പഠിച്ചോളൂ കേട്ടോ. അതായത് നോക്ക് നിങ്ങള് ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മറ്റേ ഈസി ആയിട്ട് മനസ്സിലാവും. രണ്ടും കൂടി കൺഫ്യൂഷൻ ആയിരുന്നു. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിജക്ടിങ് നൾ ഹൈപ്പോത്തിസിസ്. റിസർച്ച് നടത്തിയിട്ട് പഠനം നടത്തിയിട്ട് കൺക്ലൂഷനിൽ എത്തിയിട്ട് അയാൾ എന്താ റിജക്ടിങ് നൾ ഹൈപ്പോത്തിസിസ്, നമ്മുടെ ബേസിക് സ്റ്റേറ്റ്മെന്റ് ആയ ആ നൾ ഹൈപ്പോത്തിസിനെ റിജക്ട് ചെയ്യുന്നു, അഥവാ HOയെ റിജക്ട് ചെയ്യുന്നു. ആക്ച്വലി എന്താണ്? അത് ശരിയായിരുന്നു. അപ്പോ ഒരു ബന്ധവുമില്ല, പുകവലിയും ലങ്സ് ക്യാൻസറുമായി ഒരു ബന്ധവുമില്ല എന്ന സ്റ്റേറ്റ്മെന്റ്. റിസർച്ച് നടത്തി ഇയാളെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടെത്തിയത് അയാളെ പഠനത്തിൽ നിന്ന് സത്യത്തിൽ ഒരു ബന്ധവും ഇല്ല എങ്കിൽ, അപ്പോ ഇല്ല എന്ന് പറഞ്ഞ ആ സാധനം ശരിയായിരിക്കെ അതിന്റെ ഓപ്പോസിറ്റിലാണ് ഇയാളുടെ റിസർച്ചിന്റെ റിസൾട്ട് എത്തുന്നതെങ്കിൽ അതെന്താണ്? ടൈപ്പ് 1 എറർ. ക്ലിയർ ആയോ? എന്ത് ചെയ്യുന്നു? റിജക്ടിങ് നൾ ഹൈപ്പോത്തിസിസ്, HOയെ റിജക്ട് ചെയ്യുന്നു, അഥവാ ബന്ധമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ. പക്ഷെ ഇതെന്താണ് യഥാർത്ഥത്തിൽ അവിടെ എന്താണ്? ആ പറഞ്ഞത് ശരിയായിരുന്നു, അതിന് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയാം.
രണ്ടാമത്തത് ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എറർ എന്തായിരുന്നു? എച്ചോ ശരിയായിരിക്കെ, ബന്ധമില്ല എന്ന് പറഞ്ഞത് ശരിയായിരിക്കെ റിസർച്ച് നടത്തിയിട്ട് ഈ ഹൈപ്പോത്തിസിസ് ഒക്കെ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് ലാസ്റ്റ് അത് ഇയാൾ എന്ത് ചെയ്യുന്നു, റിസർച്ചിന്റെ ഭാഗമായിട്ട് അവസാനം എത്തുന്ന കൺക്ലൂഷൻ എന്താണ്? ബന്ധമുണ്ട് എന്നാണ്. ബന്ധമില്ല എന്ന് പറഞ്ഞ ആ സാധനം അതാണ് സത്യത്തിൽ ശരി. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? ടൈപ്പ് 1 എറർ സംഭവിച്ചു. ഈ രണ്ട് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ എന്താണ്? ഫെയിലിംഗ് ടു റിജക്ട് ദ നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിയെ റിജക്ട് ചെയ്യാൻ ഫെയിൽ ചെയ്യുക when it is actually false. സത്യത്തിൽ അത് തെറ്റാണ്. എച്ചോ എന്നുള്ളത് തെറ്റായിരുന്നു. ആ തെറ്റായ സാധനത്തെ റിസർച്ച് ചെയ്തിട്ട് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറയേണ്ടിയിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അത് ശരിയാണെന്ന് പറഞ്ഞു. നേരത്തെ നേരെ ഓപ്പോസിറ്റ്. അപ്പോ എച്ചോ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്. എന്നിരിക്കെ ഇയാൾ റിസർച്ച് ചെയ്ത് അവസാനം എത്തിയത് എന്താണ്? അത് ശരിയാണ് എന്ന് പറഞ്ഞു. അഥവാ തെറ്റായ ഒരു സാധനത്തെ ശരിയാണ് എന്ന് പറഞ്ഞു. എച്ചോയെ അയാൾ ആക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായോ? സത്യത്തിൽ അത് തെറ്റായിരുന്നു. അങ്ങനെ വരുമ്പോ ടൈപ്പ് 2 എറർ എന്ന് പറയും. അതായത് ആക്സെപ്റ്റിംഗ് എ ഫാൾസ് എച്ചോ, ഫാൾസ് ആയ ഒരു ഹൈപ്പോത്തിസിനെ അഥവാ ആ എച്ചോയെ സ്വീകരിക്കുന്നു. എക്സാമ്പിളിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു പുലി വരുന്നേ പുലി അറിഞ്ഞ ഒരു കഥ കേട്ടിട്ടുണ്ട് നിങ്ങള്? അല്ലെ? ആട് മേക്കാൻ പോകുന്നൊരു കുട്ടി ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് എന്ത് ചെയ്യുന്നു? പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞു. അപ്പൊ അത് അവന് കളിയാക്കുകയാണ്. പുലി വരുന്നില്ല, സോറി, പുലി വരുന്നേ പുലി എന്ന് അദ്ദേഹം പറയണം ആദ്യം. അല്ലെ? സത്യത്തിൽ പുലി വരുന്നില്ല. പക്ഷെ നാട്ടുകാർ പുലി വരുന്നുണ്ട് എന്ന് കരുതി ഓടിച്ചെന്നു. സത്യത്തിൽ പുലി വരുന്നില്ല, അല്ലെങ്കിൽ കടിക്കുന്ന ഒരു സാധനം വരുന്നില്ല. പക്ഷെ ഉണ്ട് എന്ന് കരുതി ആൾക്കാർ ഓടിച്ചെന്നു. ഓടിച്ചെന്നപ്പോ എന്തായി? ടൈപ്പ് 1 എറർ. നേരെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു, അല്ലെങ്കിൽ ആവർത്തിച്ച് വന്നു. പിന്നെ പുലി വരുന്നേന്ന് പറഞ്ഞു. സത്യത്തിൽ അവിടെ പുലി വന്നിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ എന്ത് കരുതി? വെറുതെ കളിയാക്കി കരുതി വരാതിരുന്നു. അവനെ നശിച്ചു പോവുകയും ചെയ്തു. ടൈപ്പ് 2 എറർ. ഈ രീതിയിൽ നമുക്ക് ഇതിനെ കണ്ടെത്താം. ഇനി ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഹൈപ്പോത്തിസിസ് ഉണ്ടെങ്കിലാണ് റിസർച്ച് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതന്നെയാണ് ഇമ്പോർട്ടൻസ്. ഒന്ന്, ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ആൻഡ് ഫോക്കസ് ടു ദ സ്റ്റഡി. പരന്നു പോകുന്നതിന് പകരം കൃത്യമായ ഒരു ഫോക്കസ്, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്ത് ഇങ്ങനെ പോകണം എന്നുള്ള കൃത്യമായ റോഡ് മാപ്പ് തരുന്നു എന്നത് തന്നെയാണ് ഹൈപ്പോത്തിസിസ്. ലോകത്തുള്ള എല്ലാത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എല്ലാം പ്രശ്നമാണ്, പക്ഷെ എല്ലാം കൂടി പഠിക്കാൻ നമുക്ക് കഴിയില്ല. എന്താണ് നമ്മുടെ പ്രശ്നം? ഇതാണ്. അതിന് നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി ആ റോഡ് അതുമായി ബന്ധപ്പെട്ട പഠനം. അപ്പൊ ഒരു ഡയറക്ഷൻ നൽകുന്നു, പിന്നെ ഫോക്കസ് നൽകുന്നു എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. രണ്ട്, ലിങ്കിങ് തിയറി. നിലവിലുള്ള ഒരു തിയറി, ആ തിയറിയുമായിട്ട് കണക്ട് ചെയ്താണ് പഠിക്കുന്നത്. അപ്പൊ അത് ശരിയാണോ അല്ലേ എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ഓപ്പറേഷണലൈസേഷൻ എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് ചെയ്യണം. അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡാറ്റ, അങ്ങനെ ഡാറ്റ കളക്ട്. അപ്പൊ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടാണ് അതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മൾ റിസർച്ചിന്റെ ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിൽ എക്സ്പെരിമെന്റ് നടത്താൻ അല്ലെങ്കിൽ എംപിരിക്കൽ സ്റ്റഡി നടത്താൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അത് വേണം. അങ്ങനെ നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കണം. പിന്നെ ഫാൾസ്, നിലവിലുള്ള തിയറി തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്ത് അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവസാനം അതേ നേരത്തെ പറഞ്ഞ തിയറി ശരിയാണ് അഥവാ അതിന്റെ ഓപ്പോസിറ്റ് ശരിയല്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ തിയറി തെറ്റാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ശരി എന്ന് സ്ഥാപിക്കും. അപ്പൊ നമുക്ക് ഒരു കൃത്യമായ റോഡ് മാപ്പ് ഉണ്ടാവുന്നു, ഡയറക്ഷൻ ഉണ്ടാവുന്നു, തിയറിയുമായി ബന്ധം ഉണ്ടാവുന്നു, നിലവിലുള്ള പ്രസ്താവനകൾ പഠനങ്ങൾ ശരിയാണോ അല്ലെ തെറ്റാണോ എന്ന് റിസർച്ച് നമ്മളെ തെളിയിക്കാൻ സഹായിക്കും. അപ്പൊ ഈ യൂണിറ്റിലെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞിട്ടോ. ഹൈപ്പോത്തിസിസ് എന്നുള്ളത് വളരെ ചെറിയ സാധനമാണ്. പക്ഷെ ആ ബേസിക് സാധനം തിരിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറ്റിൽ നിങ്ങൾ ആകെ അടങ്ങാറാവും. അതുകൊണ്ട് ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഏത് റിസർച്ച് നടക്കുകയാണെങ്കിലും നമുക്കൊരു പ്രോബ്ലം വേണം. ആ പ്രോബ്ലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയി ഡിഫൈൻ ചെയ്ത വെൽ ഡിഫൈൻ ആയ ക്ലിയർ കട്ട് ആയ ഒരു പ്രോബ്ലം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട
പഠിച്ചിരിക്കണം. എന്നിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളെ പണി എന്താണ്? ഇങ്ങനെ നെഗറ്റീവ്ലി സ്റ്റേറ്റ് ചെയ്ത ആ ഹൈപ്പോത്തിസിസ് ശരിയാണോ അല്ലേ എന്ന് തെളിയിക്കലാണ് നമ്മളെ പണി. അങ്ങനെ തെളിയിക്കാൻ പറ്റിയാൽ കുഴപ്പങ്ങളൊന്നെങ്കിൽ നമുക്ക് എന്താവും, ഈ പറഞ്ഞ നൾ ഹൈപ്പോത്തിസിസ് ശരിയാണ് അഥവാ ഓപ്പോസിറ്റ് തെറ്റാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് തെറ്റാണ് ഈ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. അവിടെ വരുന്ന മിസ്റ്റേക്കുകൾ ടൈപ്പ് 1 എറർ ആകാം, ടൈപ്പ് 2 എറർ ആകാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഹൈപ്പോത്തിസിസ് ടെന്റേറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ്, ടെസ്റ്റബിൾ ആയ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഗൈഡ്. ഇനി സാമ്പിളിംഗ്. റിസർച്ചിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് സാമ്പിളിംഗ്. എന്താണ് സാമ്പിൾ അല്ലെങ്കിൽ സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന എന്താണ് എന്ന് പറഞ്ഞേ. നിങ്ങൾ പോയതാലും ബ്ലോക്ക് 2 2-3 യൂണിറ്റ് ഒക്കെ പഠിച്ചില്ലേ? അത് കുറെ മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞോളൂ എന്താണ്. ഇല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് MPC 6 പഠിക്കാം. എങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയും പെട്ടെന്ന്. നമുക്ക് പെട്ടെന്ന് അടുത്ത ഒരു ക്ലാസ്സും കൂടി ഇല്ലല്ലേ. ആർക്കെങ്കിലും പറയൂ. It is a selection of a small group from the large universe. വെരി ഗുഡ്, എക്സലന്റ്. അത് തന്നെയാണ്. അപ്പൊ നമ്മള് പഠനം നടക്കില്ലേ, നാട്ടിലുള്ള +2 കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് വിചാരിക്കുക. +2 കുട്ടികൾ അല്ലെങ്കിൽ SLC കുട്ടികൾ, അവിടെ ആൺകുട്ടികളെ പെൺകുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണ്. അപ്പൊ ഈ +2 കുട്ടികളുടെ അത്ര ഉണ്ട്. കേരളത്തിലൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അനർഘമാണ് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവരും കൂടി പഠിക്കാൻ കഴിയില്ല. അതാണ് പോപ്പുലേഷൻ. +2 കുട്ടികൾ അല്ലെങ്കിൽ SLC കുട്ടികൾ. അത് ആൺകുട്ടികൾ ഉണ്ടാകാം, പെൺകുട്ടികൾ ഉണ്ടാകാം, ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാകാം, മറ്റുണ്ടാകാം, അങ്ങനെ തുടങ്ങിയത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം കൂടി പഠിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് പാകത്തിന് കുറച്ച് ആൾക്കാരെ നമ്മൾ എടുക്കും. അതാണ് സാമ്പിൾ. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാണോ പഠനം നടത്തുന്നത് അത് മുഴുവൻ ആൾക്കാരെയും ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ള പ്രയാസമായിരിക്കും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, ആ എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മാനദണ്ഡവും ഇല്ലാതെ കുറച്ച് ആൾക്കാരെ മാത്രം എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഇതിന് സാമ്പിൾ എന്ന് പറയും. ഉദാഹരണം, നമ്മള് വീട്ടിലെ ചോറുണ്ടാക്കിയിട്ട് അത് വേവായിട്ടുണ്ടോ എന്ന് അങ്ങനെ അറിയാം. അരി വേവായിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാകെ അല്ല, ഒരു വറ്റെടുത്ത് വെക്കാതെ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഒരു സാമ്പിൾ വെച്ചിട്ട് ചായയിൽ ഉപ്പുണ്ടോ, ചായയിൽ പഞ്ചസാര ഉണ്ടോ, കറിയിൽ ഉപ്പുണ്ടോ, അല്ലെങ്കിൽ ബ്ലഡ് തന്നെ ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഇയാളുടെ ഇന്ന രോഗമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക യൂറിൻ അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നാകെ എടുക്കുമോ, ഒരു അല്പം മതി. എന്നിട്ട് ഇനിയും കുഴപ്പങ്ങളുണ്ട്. ഓക്കെ, അഥവാ മൊത്തത്തിൽ അയാൾ ഇതാണ് പറയുന്നത് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സ്മോൾ സബ്സെറ്റ്. ഒരു ചെറിയ അതായത് സാമ്പിൾ എടുക്കുന്നു ഫ്രം എ ലാർജ് ഗ്രൂപ്പ്, അതായത് ദ പോപ്പുലേഷൻ. നമ്മൾ പഠനം നടത്തുന്ന ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ പഠിക്കണതിന്റെ ടോട്ടലിനെ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയും. അതിൽ നിന്ന് ഒരു ഭാഗം അല്ലെങ്കിൽ ചെറിയ അതിനെ എല്ലാത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ അംശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾ എന്ന് പറയും. അതാണ്. അപ്പോ ഹോളിനെ റെപ്രസെന്റ് ചെയ്യുന്ന അഥവാ പോപ്പുലേഷനിൽ നിന്നും ഏതെങ്കിലും കുറച്ച് ഭാഗത്തെ എടുത്തുകൊണ്ടാണ് നമ്മൾ പഠനം നടത്തുമെങ്കിൽ ആ എടുത്ത ആ ഒരു പോർഷനെ നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സെലക്ടിങ് എ സാമ്പിൾ സ്മോളർ സബ്സെറ്റ്, ആ പ്രോസസ്സിനെ സാമ്പിളിംഗ് എന്ന് പറയുന്നു. അപ്പോ ആ എടുക്കുന്ന പ്രോസസ്സിനെ സാമ്പിളിംഗ് എന്നും ആ എടുത്ത ആ പീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സാമ്പിൾ എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് അല്ല ഒരു സ്വീറ്റ്സ് കടയിൽ പോയി, അവിടെ നമ്മള് പല ഇതും കാണുന്നുണ്ട്, നട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ ലുലുവിൽ കയറിയിട്ട് നട്ട്സ് ഒന്നാകെ എടുക്കാനല്ല, ഒരു പീസ് എടുത്ത് കുഴപ്പമില്ല, എന്നാ അത് 1/2 കിലോ എടുത്തോളൂ അല്ലെ. ഒരു സാമ്പിൾ നമ്മൾ എടുത്തിട്ട് അത് കുഴപ്പമൊന്നുമില്ല, കേടൊന്നുമില്ല, എന്നാ പിന്നെ അത് 1/2 കിലോ, അത് 2 കിലോ എടുത്തോളൂ, ഇങ്ങനെ പറയാറുള്ളത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈസ് എ കൺസിഡേർസ് എ മിനിയേച്ചർ പിക്ചർ, ഒരു മിനിമൽ രൂപം ഓർ എ സ്മോളർ റെപ്രസെന്റേഷൻ ഓഫ് ദി ലാർജ് ഹോൾ പോപ്പുലേഷൻ. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് ആ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്നില്ല എല്ലാവരോടും ചോദിക്കണമെന്നില്ല. അവിടുന്ന് 2 കുട്ടിയോട് ചോദിക്കുമ്പോഴേക്ക് കുഴപ്പമില്ല, കുട്ടികൾ ഉഷാറാണ്. അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്തുമ്പോൾ ആരും ഒന്നും കുട്ടികൾ തീരെ ശരിയില്ല. കാരണം എന്താണ്? അപ്പൊ ഇതാണ് എന്തിനാണ് ഇങ്ങനെ നമ്മൾ സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിൾ എടുക്കുന്നത്? ബൈ സ്റ്റഡിങ് ദി സബ്സെറ്റ് ദ റിസർച്ചർ ക്യാൻ മേക്ക് ദെയർ ജനറലൈസേഷൻ. അതന്നെ. അപ്പോ ഈ ഒരു വറ്റ് വേവായതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ? ഈ പാത്രത്തിലുള്ള വറ്റുകൾ മുഴുവൻ വേവായിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ആ കുട്ടി പഠിച്ചുകൊണ്ട് ഈ കുട്ടി പഠിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജനറലൈസ് ചെയ്യാൻ പറ്റും അതിനാണ്. അപ്പോ ഇതെന്താണ്, വാലിഡ് ജനറലൈസേഷൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് സാമ്പിളിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ സാമ്പിളിംഗ് എന്നും അങ്ങനെ എടുക്കുന്ന പീസിനെ നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് എന്താ ഗുണം? ഈ ഒരു പീസിൽ നിന്നും നമുക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സാമ്പിളിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രാക്ടിക്കബിലിറ്റി.
എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒന്ന് പ്രാക്ടിക്കബിലിറ്റി, ഫീസിബിലിറ്റി. അതായത് ആയിരക്കണക്കിന് കുട്ടികളിൽ പോയിട്ട് നമ്മൾ പഠിക്കുന്നുള്ള പ്രയാസമായിരിക്കും. അപ്പൊ 1, 2, 5, 10 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അതാണ് പ്രാക്ടിക്കലി, അതേ നടക്കുള്ളൂ. ഇക്കണോമിക്കലി, ടൈമിന്റെ ഭാഗത്തൂടെ, ഇഫോർട്ടിലൂടെ ഒക്കെ നോക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ കോസ്റ്റ്, ടൈം തന്നെ നമ്മൾ സാമ്പിളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ കോസ്റ്റ്, വലിയ ചെലവ്, അതുപോലെ തന്നെ ടൈം, മാനേജബിലിറ്റി എല്ലാം കൂടി പഠിച്ചെടുക്കുന്നില്ല നമുക്ക് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ പഠനം നടത്തുന്നു. എന്നിട്ട് ആ റിസൾട്ട് ജനറലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, സ്റ്റേറ്റ് ചെയ്യുന്നു. ഇത് കുറച്ച് ഭാരം കുറവാ, കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ. ലെസ് ബേർഡൻ ആൻഡ് ഇൻവേസീവ്നെസ്, റിഡ്യൂസ് ബേർഡൻ. ഇങ്ങനെ നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുന്നു, ജനറലായിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഇതൊക്കെയാണ് നമ്മുടെ സാമ്പിൾ കൊണ്ടുള്ള ഗുണങ്ങൾ കേട്ടോ. ഇവിടെ നോക്ക് നിങ്ങള്, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുക, മൊബൈൽ യൂസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം നമുക്ക് പഠിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ സ്റ്റേറ്റിലേക്കോ എന്തെങ്കിലും വരുന്നു, കേരളത്തിലേക്ക് വരുന്നു, ഏതായാലും അവിടെ മുഴുവൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ നമ്മൾ ഏതൊരു ജില്ലയിലേക്കോ, അതല്ലെങ്കിൽ ഇന്ന വയസ്സ് മുതൽ ഇന്നാണ്, അവരെ മുഴുവൻ നമുക്ക് കിട്ടിക്കോളുന്നില്ല. അപ്പൊ തൽക്കാലം കുറച്ച് ആൾക്കാർ എടുക്കുന്നു, അതാണ് ടാർഗറ്റ് പോപ്പുലേഷൻ. ആ ടാർഗറ്റ് പോപ്പുലേഷൻ നിന്നും 1, 2 അല്ലെങ്കിൽ 10, 15 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പഠനം നടത്തുന്നു. ഇതാണ് സാമ്പിൾ. അപ്പൊ ഈ സാമ്പിളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് പോപ്പുലേഷനിലേക്ക് ഒരു തീരുമാനം നടപ്പിലാക്കുന്നു. അല്ലെങ്കിൽ ഈ സാമ്പിളിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ടാർഗറ്റ് പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരോപിക്കുന്നു. അല്ലെങ്കിൽ ആ ടാർഗറ്റ് പോപ്പുലേഷൻ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു, അഥവാ പോപ്പുലേഷനിൽ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ഇതാണ് രീതി. സാമ്പിൾ എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് ടേമുകൾ. ഒന്ന് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 10ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ സ്കൂളിലുമുള്ള എല്ലാ സിലബസും എല്ലാ പാറ്റേണും ഫോളോ ചെയ്യുന്ന ആ മൊത്തം കുട്ടികളെ നമ്മൾ പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, കേരള ജനത എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജോഗ്രഫിന്റെ ഉള്ളിൽ പഠിക്കുന്ന അവിടെ ജനിച്ചു വളർന്ന വിദേശത്തുള്ളവരൊക്കെ ആകാം, അവരൊക്കെ പെടും. യുവാക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന വയസ്സ് മുതൽ ഇന്ന വയസ്സ് വരെ എല്ലാവരും പെടും. അതാണ് പോപ്പുലേഷൻ. അതെല്ലാം കൂടി നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, അതിൽ നിന്നും കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്നത് സാമ്പിൾ. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് the entire well defined set of elements the researcher wishes to draw conclusion. ഉദാഹരണം entire group of interest. നമ്മൾ പഠിക്കുന്ന ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ, ഉദാഹരണം ഏതെങ്കിലും സ്കൂളിലെ കുട്ടികളെ കുറിച്ചാണ് പഠിക്കണമെങ്കിൽ ആ സ്കൂളിലെ കുട്ടികൾ മൊത്തത്തിലാണ് പോപ്പുലേഷൻ. അവിടെ 1000 കുട്ടികൾ ഉണ്ടെങ്കിൽ 1000 കുട്ടികൾ പോപ്പുലേഷൻ ആണ്. പക്ഷേ ഈ 1000 കുട്ടികളെയും കൂടി പഠിക്കുക എന്നുള്ള നമുക്ക് പ്രയോഗിക്കുമ്പോൾ നടന്നോളുന്നില്ല. അപ്പൊ ഓരോ ക്ലാസ്സിനും 5 കുട്ടികൾ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ 20 ബാച്ച് ആണെങ്കിൽ 20 ബാച്ച് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സാമ്പിൾ. The subset of the population chosen to represent the whole. ആ മൊത്തം കുട്ടികളെ എടുക്കുക, അവരിൽ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ സാമ്പിൾ എന്ന് പറയും. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാല് the exact number of the individual or unit selected for the sample. സാമ്പിളിന് വേണ്ടിയിട്ട് ഉദാഹരണം 1000 കുട്ടികളാണ് സ്കൂളിലുള്ളത്, നമ്മൾ അതിൽ നിന്നും 50 കുട്ടികൾ മാത്രം പഠിക്കുന്നെങ്കിൽ ആ 50 ആണ് സാമ്പിൾ സൈസ്. ഓക്കെ, 50-ലെ ഓരോന്നും സാമ്പിൾ യൂണിറ്റ്. ഓക്കെ, സാമ്പിൾ യൂണിറ്റ്. പിന്നെ സാമ്പിൾ ഫ്രെയിം. സാമ്പിൾ ഫ്രെയിം എന്ന് പറയുമ്പോൾ 1000 കുട്ടികളുണ്ടല്ലോ സ്കൂളിലെ, 1000 കുട്ടികളുടെ ലിസ്റ്റ് കൃത്യമാണ്. അതായത് ഈ ക്ലാസ്സിൽ എത്ര കുട്ടികൾ, ഈ കുട്ടികൾ, ഇത് ഇങ്ങനെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ കൃത്യമായ ലിസ്റ്റായ അപ്ഡേറ്റഡ് ലിസ്റ്റാണ് സാമ്പിൾ ഫ്രെയിം എന്നുള്ളത്. നമ്മൾ വോട്ടർ ലിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, ഇലക്ഷൻ ഒക്കെ ആവുന്ന സമയത്ത് അപ്ഡേറ്റഡ് ലിസ്റ്റ്, ഇപ്പൊ നാട്ടിലെ ഏറ്റവും വലിയ വിഷയമാണത്. അങ്ങനെ ആ അപ്ഡേറ്റഡ് ലിസ്റ്റിനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന A to Z വരെയുള്ള ആ ലിസ്റ്റിനെ നമ്മൾ സാമ്പിൾ ഫ്രെയിം. ആ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ കുറച്ച് ആൾക്കാർ എടുക്കുക. സാമ്പിൾ യൂണിറ്റ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ 50, അതിൽ നിന്ന് ഓരോന്നും സാമ്പിൾ യൂണിറ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പോ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ നമ്മളെ പഠന വിധേയമാകുന്ന ടോട്ടലിനെ, അതിൽ നിന്നും നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രമാണ് പഠനത്തിന് വിധേയമാക്കുന്നെങ്കിൽ അത് സാമ്പിൾ. ആ പ്രോസസ്സിന് സാമ്പിളിംഗ്. അങ്ങനെ എടുക്കുന്ന ടോട്ടൽ കുട്ടികൾ 50-ഓ 100-ഓ ആകാം, അതാണ് സാമ്പിൾ സൈസ്. ആ 100-ൽ നിന്നും ഓരോന്നും സാമ്പിൾ യൂണിറ്റ്. ഓക്കെ, ടോട്ടൽ അപ്ഡേറ്റഡ് ലിസ്റ്റ് ഉണ്ടാവില്ല, ഇലക്ട്രോൾ പോലെ അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ ലിസ്റ്റ്, ഈ രജിസ്റ്റർ, ആ രജിസ്റ്റർ, എല്ലാ രജിസ്റ്ററും നോക്കി കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു പോയതും ഇനി വരാൻ സാധ്യതയില്ലാത്ത ഒരു കുട്ടികളെ ഒഴിവാക്കിയ അപ്ഡേറ്റഡ് ലിസ്റ്റ്, അതിനാണ് നമ്മൾ സാമ്പിൾ ഫ്രെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്താ മനസ്സിലാക്കി, സാമ്പിളിംഗ് റിസർച്ചിലെ പ്രധാനപ്പെട്ട സാധനമാണ്. അതെന്താ മനസ്സിലാക്കി, കുറഞ്ഞ ഭാഗം അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ്, ഇത് എങ്ങനെയൊക്കെ നടക്കും. സാമ്പിളിംഗിന്റെ മെത്തേഡുകൾ 2 രീതിയിലുള്ള സാമ്പിളിംഗുകൾ. അതായത് ഈ മെത്തേഡിനെ നമുക്ക് 2ആയി തിരിക്കാം. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ്. എന്തൊക്കെയാണ്? നോൺ പ്രോബബിലിറ്റി, 2 പ്രോബബിലിറ്റി.
നമ്മൾ പറഞ്ഞു ആയിരക്കണക്കിന് കുട്ടികളെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആയിരക്കണക്കിന് കുട്ടികൾ 1000 കുട്ടികളെയും കൂടി നമ്മൾ പഠിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു? അതിന് റെപ്രസെന്റേഷൻ 100 കുട്ടികളെയാണ്. ഈ 100 കുട്ടികൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്? അത് എന്റെ ഇഷ്ടത്തിന് ഞാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതെന്താണ്? നോൺ പ്രോബബിലിറ്റിയാണ്, അഥവാ എന്റെ ഇഷ്ടമാണ്. അവിടെ പ്രോബബിലിറ്റി ഇല്ല, ആരും വരാൻ സാധ്യതയില്ല, ഞാൻ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നോൺ പ്രോബബിലിറ്റി. എല്ലാവരും കയറിക്കൂടാൻ സാധ്യതയില്ല. ഓക്കെ, അതാണ് നോൺ പ്രോബബിലിറ്റി. കണ്ടില്ല ആ ലിസ്റ്റിലേക്ക് നിങ്ങൾ ഒരു സ്കൂളിൽ 1000 കുട്ടികളാണെന്ന് വിചാരിക്കുക. ഈ 1000 കുട്ടികളെ നമ്മളൊന്ന് റിസർച്ചറായ ഞാൻ ആ ഗ്രൗണ്ടിന്റെ നടുവിലും കുറച്ച് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ എന്റെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് കുട്ടികൾ എടുത്ത്, അപ്പൊ പ്രോബബിളി ഈ പറഞ്ഞ ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പൊ നോൺ പ്രോബബിലിറ്റി പറഞ്ഞാല് ആർക്കും വരാൻ സാധ്യതയില്ല, എന്നാൽ സെലക്റ്റഡ് ആയ നമ്മൾ ഇഷ്ടപ്പെട്ട കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന അങ്ങനത്തെ രീതിയാണെങ്കിൽ നോൺ പ്രോബബിലിറ്റി അഥവാ നോൺ റാൻഡംലി അല്ല, മറിച്ച് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഇന്ന രീതിയിലുള്ള ഇത്തരം കുട്ടികൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പുറത്തു പോകും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടി റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാമ്പിളിംഗ് ആണെങ്കിൽ അതിനെന്ത് പറയുന്നു? നോൺ പ്രോബബിലിറ്റി. എന്നാൽ ആരും കയറിക്കൂടാൻ സാധ്യതയുള്ളതാണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. ഓക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് അതായത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഞാൻ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടി സാമ്പിളിന് എടുക്കുകയാണെങ്കിൽ അത് നോൺ പ്രോബബിലിറ്റി ആണ്. അത് തന്നെ കൺവീനിയൻസ് ഉണ്ട്, കോട്ടയുണ്ട്, പർപ്പസീവ് ഉണ്ട്, സ്നോബോൾ ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്. അപ്പോ സാമ്പിളിംഗ് 2 വിധം: നോൺ പ്രോബബിലിറ്റി അഥവാ നമ്മളെ ഇഷ്ടപ്രകാരം, പ്രോബബിലിറ്റി ആരും വരാം, 1000ൽപ്പെട്ട ഏത് കുട്ടിയുമാകാം നമ്മളെ സാമ്പിൾ, അതാണ് പ്രോബബിലിറ്റി. നോൺ പ്രോബബിലിറ്റി അങ്ങനെയല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇന്ന ക്ലാസ്സിലെ ഇന്ന നമ്പർ, മറ്റേ ക്ലാസ്സിലെ ഇന്ന നമ്പർ, മറ്റേ ഇന്ന നാട്ടിൽ നിന്ന് വരുന്ന കുട്ടി ഇങ്ങനെ സ്പെസിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ പ്രോബബിലിറ്റിയാണ്. ഇങ്ങനെയുള്ള നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെ കൺവീനിയൻസ് ഉണ്ട്, കോട്ടയുണ്ട്, പർപ്പസീവ് ഉണ്ട്, സ്നോബോൾ ഉണ്ട്, സിസ്റ്റമാറ്റിക് ഉണ്ട്. ക്ലിയർ ആണോ? അതെന്താ കുടിക്കാം. നോൺ പ്രോബബിലിറ്റി 2 തരം പറഞ്ഞു: നോൺ പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി. നോൺ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒന്ന് കൺവീനിയൻസ് അഥവാ എന്റെ സൗകര്യം. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലുള്ള എന്റെ നാട്ടിൽ 300 വീടുണ്ട് വിചാരിക്കുക. 300 വീട്ടിലുള്ള ഓരോ വീട്ടിലും 5 10 ആൾക്കാരും വിചാരിക്കും. ഒരു 1000 ആൾക്കാരെ കുറിച്ചാണ് പഠനം നടക്കുന്നെങ്കിൽ അതാണ് എന്റെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ മുഴുവൻ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങോട്ടും കൂടി ഇറങ്ങി പോകുന്ന താല്പര്യമില്ല. അപ്പൊ എന്റെ ചുറ്റുപാടത്തുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യും. ആ വീടും ഈ വീടും പുറത്ത് വിടും. അപ്പൊ എന്റെ കൺവീനിയൻസ്, എന്റെ ഇട്ടാവട്ടത്തിലുള്ള എനിക്ക് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ എടുക്കുന്ന അതാണ് കൺവീനിയൻസ്. ഓക്കെ, ഇപ്പൊ ഒരു അങ്ങാടിയിൽ പോയിട്ട് നമ്മളൊരു അവിടെയുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാരെ ഞാൻ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചുറ്റുപാടത്തുള്ള കുറച്ച് ആൾക്കാർ വെച്ചിട്ട് അതിനൊരു ഡാറ്റ കളക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് അത് എല്ലാവരും കൂടി ജനറലൈസ് ചെയ്യുന്ന സമയത്ത് ആ സാമ്പിളിംഗ് എന്താണ്? കൺവീനിയൻസ് ആണ്, ആക്സിഡന്റൽ ഓപ്പർച്യൂണിറ്റി, എന്റെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്താണ്. അതായത് സെലക്ടിങ് കേസസ് ദാറ്റ് ആർ ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ, ഇപ്പോൾ കിട്ടുന്നവരെ, മോസ്റ്റ് കൺവീനിയന്റ്. അങ്ങനെ ഉണ്ടാവില്ലേ? ലുലുവിലൊക്കെ ലുലുവിലൊക്കെ ചില നറുക്കെടുപ്പ് ഉണ്ടാവും. അത് എന്താണ്? കൺവീനിയന്റ്. അപ്പോൾ ഉള്ളത് ആർക്കാണെങ്കിൽ അപ്പോൾ ഉള്ളവർ കിട്ടും. ഇതിലുള്ള പ്രശ്നം വെച്ചാല് നല്ല ബയാസിന് സാധ്യത. പിന്നെ മാത്രമല്ല ഈ കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ അഥവാ എന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് ഡാറ്റ കളക്ട് ചെയ്ത് അത് എന്റെ നാട്ടിൽ മൊത്തത്തിൽ അപ്ലൈ എന്ന് പറയുമ്പോൾ അത് ജനറലൈസ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ബയാസിന് കൂടുതൽ സാധ്യത ഉണ്ട്. അപ്പോ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഒന്നെന്താണ്? കൺവീനിയൻസ്, റിസർച്ച് ചെയ്യുന്ന ആളുടെ സൗകര്യത്തിന് അവന്റെ കയ്യട്ട വട്ടത്തിലുള്ളവരെ വെച്ച് ചെയ്യുന്നത്. അതിന്റെ പ്രശ്നം എന്താണ്? അത് ബയാസിന് കൂടുതൽ സാധ്യത ഉണ്ട്. മാത്രമല്ല അതിന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ആ മൊത്തം ഓവറോൾ പോപ്പുലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരോപിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതൊരു പ്രശ്നം. രണ്ടാമത്തത് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 1000 കുട്ടികളാണല്ലോ എനിക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്റെ നാട്ടിലുള്ള 400 ആൾക്കാരെ കുറിച്ചല്ലേ, അതിനെ 2 ആക്കി. ആൺകുട്ടികൾ, പെൺകുട്ടികൾ 2 ആക്കി. ആണ്, പെണ്ണ്, മനസ്സിലായി? അത് 2 ഭാഗമാക്കി. എന്നിട്ട് എന്റെ ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കുക. മനസ്സിലായി? അവ 2 ആക്കി തിരിച്ചു. 2 ആക്കി തിരിച്ചിട്ട് എന്റെ ഇഷ്ടം പോലെ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നു, ഇതിൽ നിന്ന് എടുക്കുന്നു. അത് കോട്ട സാമ്പിളിംഗ്. ഇവിടെ എന്താണ്? 2 ആക്കി തിരിച്ചു. എന്നിട്ട് നോൺ റാൻഡംലി ആണ് എന്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ എന്താണ്? എന്റെ കൺവീനിയൻസ് ആണ്, പക്ഷെ അവിടെ ബയാസ് ഉണ്ട്. അഥവാ ഇതിൽ നിന്നും ഞാൻ ബയാസ് എടുക്കാം, ഇതിൽ നിന്നും എന്റെ സെലക്ഷന് ബയാസ് ഉണ്ടാകാം. ഇതാണ് രണ്ടാമത്തെ. എന്തായിരുന്നാലും റാൻഡം അല്ല, മറിച്ച് എന്താണ്? നോൺ പ്രോബബിലിറ്റി ആണ്. 2 കോട്ട സാമ്പിളിംഗ്. ടോട്ടൽ പോപ്പുലേഷനെ അഥവാ 1000 കുട്ടികളെ 2 ആക്കി. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അല്ലെങ്കിൽ എന്റെ ചുറ്റുഭാഗത്തുള്ള 400 വീടുകളെ 2 ആക്കി. ആ വീട്ടിൽ അതിലുള്ള
വരുന്ന പോപ്പുലേഷൻ നമ്മൾ ആണുങ്ങള് പെണ്ണുങ്ങള് കല്യാണം കഴിഞ്ഞവര് കല്യാണം കഴിക്കാത്തവര് എന്ന് രണ്ടാക്കി. ഇങ്ങനെ തിരിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഇതിൽ നിന്ന് 80%, ഇതിൽ നിന്ന് 20% എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്താവുന്നു, കോട്ട സാമ്പിളിംഗ് ആവുന്നു. അപ്പൊ എന്താ പറഞ്ഞത്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ 2 ഉദാഹരണം നമ്മൾ പറഞ്ഞു. കൺവീനിയൻസ്, ഉദാഹരണം റിസർച്ച് ചെയ്യുന്ന ഞാൻ, നടുവിലുള്ള ഓറഞ്ച് കളറാണ് ഞാൻ എന്ത് ചെയ്യുന്നു, റിസർച്ചിന്റെ ഭാഗമായിട്ട് എന്റെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ആൾക്കാർ എടുത്തു. എന്റെ നാട്ടിലുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണത്. ഓക്കെ, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ചുറ്റുഭാഗത്തുള്ള എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അടുത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു. ആ ഡാറ്റയുടെ റിസൾട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത് എല്ലാവർക്കും ഇത് ബാധകം എന്ന് പറഞ്ഞ് അതിലൊരു ഒരു ബയാസിന് സാധ്യത ഉണ്ട്. ഈ ജനറലൈസേഷൻ പറ്റുകയുമില്ല. ഇതാണ് ഒന്ന്, കൺവീനിയൻസ് സാമ്പിളിംഗ്. രണ്ടാമത് കോട്ട സാമ്പിളിംഗ്. 200 ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, 200 ആളെന്ന് പറയുമ്പോൾ അതിനെ രണ്ടാക്കി, ആണുങ്ങൾ പെണ്ണുങ്ങൾ, എന്നിട്ട് ഇന്ന് ഇഷ്ടംപോലെ തെരഞ്ഞെടുത്തു. അപ്പൊ കോട്ട സാമ്പിളിംഗ്. പിന്നെ മൂന്നാമത്തത് അപ്പൊ എന്തായി, കൺവീനിയൻസ്, കോട്ട. മൂന്നാമത്തെ പർപ്പസീവ് സാമ്പിളിംഗ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. നാലാമത്തെ സ്നോബോൾ സാമ്പിളിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയിൻ റെഫറൽ സാമ്പിളിംഗ്. അഞ്ചാമത്തെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അഥവാ നോൺ പ്രോബബിലിറ്റി കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ഇങ്ങനെ മൂന്നാമത്തെ പർപ്പസീവ് എന്ന് പറയുമ്പോൾ ഞാൻ ചില പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് റിസർച്ച് ചെയ്യുന്ന എന്റെ ധാരണയിൽ ഇവരാണ് ഏറ്റവും നല്ലത്, ഇവരെ വെച്ച് പഠിച്ചാലേ ശരിയാവുള്ളൂ എന്ന് എന്റെ ഒരു ധാരണ വെച്ചുകൊണ്ടേ നടത്തുന്നത്. അവിടെ എന്താ പ്രശ്നം ഉണ്ടാകുക, ഈ പറഞ്ഞ 400 ആൾക്കാരെ ഒരുപോലെ റെപ്രസെന്റേഷൻ ഉണ്ടായിക്കോളൊന്നുമില്ല. അതല്ലെങ്കിൽ ആ സ്കൂളിലെ എന്റെ ധാരണയിൽ അവനോട് ചോദിച്ച കാര്യം കിട്ടും എന്നാണ്. അപ്പൊ എന്റെ ധാരണയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്താണ്, അവിടെ എല്ലാവരും വരുന്നില്ല, എന്റെ ധാരണ, എന്റെ സെലക്ഷൻ ആണ് വരുന്നത്. അതാണ് പർപ്പസിന്, എന്റെ പർപ്പസിന്, എന്റെ ആഗ്രഹത്തിന്, എന്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ഉദ്ദേശം. അപ്പൊ ഉദാഹരണം, ഈ വിഷയത്തിന് നമ്മൾ കൂടുതൽ നോവലും പത്രമൊക്കെ വായിക്കണ ആ കുട്ടി ഉണ്ടല്ലോ, അവനുണ്ടല്ലോ, ഇവനുണ്ടല്ലോ, ഇവളുണ്ടല്ലോ, അങ്ങനെ സെലക്ട് ചെയ്യുന്നു. Fully select ചെയ്യുന്നതാണ് ഇവിടെ. സെലക്ടിംഗ് പാർട്ടിസിപ്പന്റ് ബേസ്ഡ് ഓൺ റിസർച്ച് ജഡ്ജ്മെന്റ് ഹു ഈസ് അപ്രോപ്രിയേറ്റ് ഓർ ഇൻഫോർമേഷൻ റിച്ച്. അപ്പോ ഇവനാണ് ഏറ്റവും യോജിച്ചത് അല്ലെങ്കിൽ ഇവളാണ് ഏറ്റവും യോജിച്ചത് എന്ന് എന്റെ തീരുമാനപ്രകാരം ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് പർപ്പസ്ഫുൾ അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ആണ്. നാലാമത്തത് അവിടെയും എന്താണ്, എല്ലാവരും വരുന്നില്ല, എന്റെ ബയാസ് അല്ലെങ്കിൽ എന്റെ സെലക്ഷൻ അവിടെ എടുക്കുന്നത്. പിന്നെന്താണ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ എന്ന് പറയുമ്പോ മഞ്ഞ്, ഒരു മലയുടെ മുകളിലുള്ള മഞ്ഞുതുള്ളി, ആദ്യത്തെ ഒരു തുള്ളി അത് കീപ്പോട്ട് ഇങ്ങനെ വരുമ്പോ അതിങ്ങനെ ഉരുണ്ട് വരുമ്പോ അതിന്റെ മുകളിൽ കുറച്ചുകൂടി മഞ്ഞ് കൂടുന്നു, പിന്നെ ഉരുണ്ട് വരുമ്പോ കൂടുന്നു, കൂടി ആ മലയുടെ മുകളിൽ അടിയിലെത്തുമ്പോഴേക്ക് വലിയൊരു മഞ്ഞിന്റെ വലിയൊരു ഇതായിട്ടുണ്ടാവും, വലിയ തുള്ളി. ഇതേ പ്രകാരം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളെ കണ്ടെത്തും. മലയുടെ മുകളിൽ നിന്ന് ഒരു മഞ്ഞുതുള്ളി ഇങ്ങനെ ഉരുണ്ട് അടിയിക്കെത്തുമ്പോഴേക്ക് വലിയ ഒരു തുള്ളിയാവുന്ന പോലെ ഞാൻ എന്ത് ചെയ്യും, എന്റെ പോപ്പുലേഷനും ഒരാളെ കണ്ടെത്തും, എന്റെ പരിചയത്തിലുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരാളെ, അയാൾക്ക് പരിചയമുള്ളവരോട്, പിന്നെ അയാളുടെ റെഫറൻസ്, അങ്ങനെ കിട്ടുന്നവരെ റെഫറൻസിലൂടെ നമുക്ക് ഡാറ്റ കിട്ടുന്നു. ഇങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നെങ്കിൽ, അതായത് ആദ്യം ഞാൻ ഒരാളെ കണ്ടെത്തുന്നു, അവിടെ തന്നെ ബയാസ് വന്നു, എന്നിട്ട് പിന്നെ അയാളോട് ചോദിക്കുന്നു, അയാൾക്ക് പരിചയമുള്ളവരെ, അയാൾക്ക് പരിചയമുള്ളവരെ, ഇയാൾക്ക് അങ്ങനെ പരിചയമുള്ളവരെ കൊണ്ടുവന്ന് നമ്മളെ ഈ നാട്ടിലൊക്കെ ഉണ്ടല്ലോ മറ്റേ മാർക്കറ്റിംഗിന്റെ രീതി, അങ്ങനെ വരുന്ന ആ രീതിയാണ്. ഇവിടെയും എന്തൊരു ബയാസ് വരുന്നുണ്ട്, അങ്ങനെ കുറെ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതാണ് അടുത്തത്. ഇവിടെയും എന്തൊന്നുമില്ല, റാൻഡം അല്ല, പ്രോബബിലിറ്റി ഇല്ല, ആർക്കും വരാൻ സാധ്യതയില്ല, നോൺ പ്രോബബിലിറ്റി ആണ്. കാരണം ചില ബയാസിന്റെ അടിസ്ഥാനത്തിലാണ് ഡാറ്റകളെ കളക്ട് ചെയ്യുന്നത്. അടുത്ത സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു 50 ആൾക്കാരുണ്ട് അല്ലെങ്കിൽ 1000 ആൾക്കാർ. ഈ 1000 ആൾക്കാർ നമുക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ്സിൽ 30 കുട്ടികളാണെന്ന് വിചാരിക്കുക. ഈ 30 കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നാമത്തെ ബെഞ്ച്, 3ാമത്തെ കുട്ടി, പിന്നെ 6ാമത്തെ കുട്ടി, പിന്നെ 9ാമത്തെ കുട്ടി, പിന്നെ 12ാമത്തെ കുട്ടി, ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട്, മനസ്സിലായി, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള 4ാമത്തെ വീട്, പിന്നെ 8ാമത്തെ വീട്, പിന്നെ 12ാമത്തെ വീട്, ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരിക. പർപ്പസീവ് സാമ്പിളിംഗ് നേരത്തെ പറഞ്ഞു, ഒരു പർപ്പസ് വെച്ചുകൊണ്ട്, അതായത് എന്റെ ധാരണയിൽ ഇവരോട് ചോദിച്ചാൽ ഈ ഡാറ്റ കിട്ടും, അതുകൊണ്ട് അവരെ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യാം. ഉദാഹരണം എൻ്റയർ പോപ്പുലേഷൻ ഉണ്ട്, അവിടെ ഈ എൻ്റയർ പോപ്പുലേഷൻ ഒന്നും ഞാൻ ചില ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇവരെ വെച്ചിട്ട് ഇവരൊന്ന് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഇത് പർപ്പസ്ഫുൾ ആണ്. അതുകൊണ്ട് ഇതിനെ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയും. സ്നോബോൾ
ആദ്യം ഒരാളിൽ നിന്ന് ഡാറ്റ കിട്ടുന്നു, ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നു, അയാളോട് അയാൾക്ക് പരിചയമുള്ള രണ്ടാളെ കിട്ടുന്നു, അയാൾക്ക് പരിചയമുള്ള ആളിൽ നിന്നും ഇങ്ങനെ 50 ആൾക്കാരിലേക്ക് വിവരത്തുന്നു. ഈ 50 ആളിനും വിവരം കിട്ടിയിട്ടുണ്ട്, ഡാറ്റ കളക്ട് ചെയ്യുക. എങ്ങനെ? റഫറൻസ് മുഖേനയാണ്. മഞ്ഞുതുള്ളി മുകളിൽ നിന്ന് ഇങ്ങനെ ഉരുകിയല്ല, അതിങ്ങനെ ഉരുണ്ട് വന്ന് വലിയ തുള്ളി ആയതുപോലെ ഒരാളിന് തുടങ്ങി. ഒരു MABCയുടെ ട്യൂഷൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു കുട്ടിയെ കിട്ടിയാൽ മതി. ആ കുട്ടിയോട് പറയും നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഉണ്ടോ, പിന്നെ അവരോട് പറയും. അങ്ങനെ എന്ത് നമുക്കിപ്പോ ക്ലാസ് തുടങ്ങിയതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. സ്നോബോൾ സാമ്പിൾ. ഓക്കെ, അടുത്ത സിസ്റ്റമാറ്റിക് സാമ്പിൾ. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നീണ്ടു കിടക്കുകയാണ്. അപ്പോ 1000 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 100 കുട്ടികളുണ്ട്, 50 കുട്ടികളുണ്ട്. ആരോടെ ചോദിക്കുക? ആദ്യത്തെ 3-ാമത്തെ കുട്ടി, പിറ്റത്തെ 3-ാമത്തെ കുട്ടി, അപ്പൊ 3-ാമത്തെ, 6-ാമത്തെ, 9-ാമത്തെ, 12-ാമത്തെ, 15-ാമത്തെ, 18-ാമത്തെ, 21-ാമത്തെ, അവരെ മാത്രം എടുത്തു. അവരോട് ചോദിച്ചു. ഇവിടെ എന്താണ്? എന്റെ ഒരു സെലക്ഷൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തല്ല, റാൻഡം അല്ല, പിന്നെ ഒരു നോൺ റാൻഡം ആണ്, നോൺ പ്രൊബബിൾ ആണ്, പ്രൊബബിലിറ്റി കുറവാണ്, നോൺ പ്രൊബബിൾ. അപ്പോ സാമ്പിളിങ്ങിന്റെ 2 രീതി. ഒന്ന് നോൺ പ്രൊബബിലിറ്റി അഥവാ സെലക്ഷന്റെ അടിസ്ഥാനത്തിൽ, ചോയ്സിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. മറ്റൊന്ന് പ്രൊബബിലിറ്റി, ആരും വരാം, ആ രീതിയിലുള്ള പ്രൊബബിലിറ്റി സാമ്പിൾ. റാൻഡം സാമ്പിളിംഗ് ആണ്. ഫ്രീ ഫോർ സെലക്ഷൻ ബയാസ്. ഇതിൽ സെലക്ഷൻ ബയാസ് കുറവായിരിക്കും. മാത്രമല്ല സ്ട്രോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ജനറലൈസേഷൻ. ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റ നമുക്ക് എല്ലാവരും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇവരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് എന്റെ ചില ബയാസിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അത് പിന്നെ എന്റെ ഔട്ട്പുട്ടിലൊക്കെ ഉണ്ടാവും. ഇത് ഉണ്ടാവില്ല. ഇവിടെ സെലക്ഷൻ ഈസ് റാൻഡം ആൻഡ് അൺബയാസ്ഡ്. ഇവിടെയുള്ള സാമ്പിൾസ് എന്താണ്? റാൻഡംലി സെലക്ട് ചെയ്യുന്നതാണ്. തത്തമയൊക്കെ പോയിട്ട് കാർഡ് എടുക്കുന്ന മാതിരി ഏതൊരു കാർഡ് എടുക്കുന്നു എന്ന്. ഇവിടെ പോപ്പുലേഷനിലെ എവരി എലമെന്റ് ഇൻ പോപ്പുലേഷൻ ഹാസ് എ നോൺ പ്രൊബബിലിറ്റി ഓർ ലൈക്ലിഹുഡ് ഓഫ് ബീയിങ് ഇൻക്ലൂഡ്. അപ്പോ നമ്മള് എന്താ പറയാ, ലുലുവിൽ പോയിട്ട് ഒരു സാധനം എടുക്കും. അവിടെ ആ ഷെൽഫിലുള്ള കുറെ സാധനങ്ങൾ ഏതെങ്കിലും ഒന്നുകൊണ്ട് എടുക്കുക. അത് റാൻഡം ആണ്. അതേസമയം നമ്മൾ ആ ഷെൽഫിന്റെ 5-ാമത്തെ അതിന്റെ അപ്പുറത്തുള്ള എടുത്ത് പറയുമ്പോൾ സെലക്ടഡ് ആണ്. അഡ്വാൻറ്റേജസ് എന്താണ്? ബയാസ് കൺട്രോൾ. ബയാസ് കുറവായിരിക്കും ഇതിൽ. കാരണം എന്താണ്? എവിടുന്നോ എന്തോ കിട്ടിയിട്ട് എടുക്കല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഒന്നുകൂടി ശരിയാകും. പിന്നെ ജനറലൈസേഷൻ എന്നുള്ളത് ഒന്നുകൂടി നല്ലതാണ്. കാരണം ഈ ഏതോ ഒരാള് അയാളിൽ നിന്ന് കിട്ടുന്ന സാധനം അതുപോലെ മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇതിൽ പറയും. പ്രൊബബിലിറ്റി സാമ്പിളിംഗ് 3 ഇത്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, 2 സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, 3 ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോ സാമ്പിൾ 2 എണ്ണം, നോൺ പ്രൊബബിലിറ്റി അത് 5 എണ്ണം, പ്രൊബബിലിറ്റി അത് 3 എണ്ണം. പ്രൊബബിലിറ്റി സാമ്പിളിംഗ് ഒന്നെന്താണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. പിന്നെ സ്ട്രാറ്റിഫൈഡ് അഥവാ സ്ട്രാറ്റി ആക്കിയിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് സാമ്പിളിംഗ്, ക്ലസ്റ്റർ ആക്കിയിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് സാമ്പിളിംഗ്. ഇങ്ങനെ 3 എണ്ണം കാണാൻ സാധിക്കും. പ്രൊബബിലിറ്റി സാമ്പിളിംഗ് പറഞ്ഞാണ്ടില്ലേ, ഇതാണ് എൻറ്റയർ പോപ്പുലേഷൻ. നേരത്തെ നമ്മൾ ഈ എൻറ്റയർ പോപ്പുലേഷനും എനിക്ക് ചുറ്റുഭാഗത്തുള്ള കുറച്ച് ആൾക്കാരെയാണ്. ഇതാണല്ലോ, ഇത് ആരൊക്കെയോ എവിടേക്കോ ഉള്ള ആൾക്കാരെയാണ്. ഇതിൽ ആർക്കും എന്റെ ലോട്ടിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഈ മഞ്ഞക്കാൾക്കാർ മാത്രമേ. അപ്പോൾ പ്രൊബബിലിറ്റി 1 സിമ്പിൾ മെത്തേഡാണ്. അതിലൊന്ന് പ്രൊബബിലിറ്റി സാമ്പിൾ മെത്തേഡിൽ ഒന്ന് സിമ്പിൾ റാൻഡം, അതായത് എവരി പോസിബിൾ കോമ്പിനേഷൻ സാമ്പിൾ ഓഫ് ഫിക്സ്ഡ് സൈസ് ഹാസ് ആൻ ഈക്വൽ അപ്പോസ്. ആർക്കും ഇത് കയറി വരാൻ പറ്റും, അങ്ങനത്തെ ഒരു അവസ്ഥ. ആരും ഇതിൽ സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഏറ്റവും ബേസിക് മോഡലാണ്. രണ്ടാമത്തെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. നമുക്ക് ഇപ്പൊ ഇന്ത്യയിൽ പഠനം നടത്തി പറയുമ്പോൾ ഇന്ത്യ മൊത്തത്തിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യയെ 4 ആക്കി. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, സ്ട്രാറ്റ. അല്ലെങ്കിൽ എന്റെ നാട്ടിൽ 500 വീട് ഉള്ള ആ ഒരു മഹൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ മഹൽ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു വാർഡ്, ഒരു പഞ്ചായത്തിന്റെ കീഴിലുള്ള വാർഡ്. ഈ വാർഡിൽ മൊത്തം പഠിക്കുന്ന പ്രയാസം. അപ്പൊ ഇത് വാർഡിന്റെ കിഴക്ക് ഭാഗത്തുള്ള, വടക്ക് ഭാഗത്തുള്ള, തെക്ക്, ഇങ്ങനെ സ്ട്രാറ്റി. എന്നിട്ട് ഇതിന് കുറച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് സ്ട്രാറ്റിഫൈഡ്. പോപ്പുലേഷൻ ഡിവൈഡഡ് ഇൻടു 2 or more ഓവർലാപ്പിംഗ് ഹോമോജനസ്. ഉദാഹരണം, ഏജ് അടിസ്ഥാനത്തിൽ 5 മുതൽ 10 വയസ്സ് വരെയുള്ള 10 ആൾക്കാർ, 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള 10 ആൾക്കാർ. അപ്പൊ എന്താ, എല്ലാരും കിട്ടും. അല്ലെങ്കിൽ ആണ് പെണ്ണ്, ഇങ്ങനെ. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നോക്ക്, നമുക്ക് മൊത്തം 12 ആൾക്കാരുള്ളത്. ഈ 12 നിന്നും എന്ത് അടിസ്ഥാനത്തിലെടുത്ത് മൊത്തത്തിൽ 2-ാമത്തെ, 5-ാമത്തെ, 10-ാമത്തെ ഏതൊക്കെയോ കുറച്ച് ആൾക്കാരെടുത്തു. ഒരു പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല. മനസ്സിലായോ? ഇവോ ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ഇൻവിജിലേറ്റർ വരുന്നു, ചോദിക്കുന്നു 50 കുട്ടികളുണ്ട്, നീ ഒന്ന് പറഞ്ഞേ, ജസ്റ്റ് ഒന്ന് എടുത്തു. അങ്ങനെ സിമ്പിൾ റാൻഡം ആണ്.
ഓക്കെ. അപ്പോ 15 കുട്ടികൾ അല്ലെങ്കിൽ 12 കുട്ടികളിൽ നിന്നും രണ്ടാമത്തവനെടുത്തു, അഞ്ചാമത്തവനെടുത്തു, 10ാമനെടുത്തു. ഇതാണ് ഇവര് കിട്ടുന്ന ഡാറ്റ മൊത്തത്തിൽ. ഈ കുട്ടികൾ ഉഷാറായി പഠിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉഷാറാണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇനി കുഴപ്പങ്ങളുണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ പറയുന്നതാണ് സിമ്പിൾ വേണ്ട. രണ്ട് സ്ട്രാറ്റിഫൈഡ് എൻറ്റയർ പോപ്പുലേഷൻ ആണ് മേലുള്ളത്, ഇന്ത്യ അല്ലെങ്കിൽ കേരളം. ഓക്കെ, എൻറ്റയർ പോപ്പുലേഷൻ എന്ത് ചെയ്തു? സ്ട്രാറ്റിയാക്കി. സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് അല്ലെ, ഇങ്ങനെ 4 സ്റ്റേറ്റ് ആക്കി അല്ലെങ്കിൽ 4 ജില്ലയാക്കി. എന്ത് ചെയ്തു? അതിന് നമ്മൾ കുറച്ച് ഡാറ്റകൾ എടുത്തു. അപ്പോൾ ഇതിൽ നിന്നും എടുത്തപ്പോൾ എൻറ്റയർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലേക്കായി. മനസ്സിലായോ? പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിന്റെ മൂന്നാമത്തത് ക്ലസ്റ്റർ. ഒന്നെന്തായിരുന്നു? പ്രോബബിലിറ്റിന്റെ ഒന്നെന്തായിരുന്നു? സിമ്പിൾ റാൻഡം. രണ്ടാമത്തെ എന്തായിരുന്നു? സ്ട്രാറ്റിഫൈഡ്. മൂന്നാമത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ്. മൂന്നാമത്തെ എന്താണ്? ക്ലസ്റ്റർ സാമ്പിളിംഗ് അഥവാ മൾട്ടി സ്റ്റേജ്. ഇത് 2-3 ഘട്ടങ്ങളായിട്ട് ഉണ്ടാകുക, ക്ലസ്റ്റർ ആക്കി തിരിക്കും. നോക്കാം ഇവിടെ എന്തായിരുന്നു? ടോട്ടൽ പോപ്പുലേഷൻ ഫസ്റ്റ് ഡിവൈഡഡ് ടു ലാർജർ ഗ്രൂപ്പ്സ് കോൾഡ് ക്ലസ്റ്റേഴ്സ്. ടോട്ടൽ പോപ്പുലേഷൻ ഇന്ത്യ എന്നത് നമ്മൾ ക്ലസ്റ്റർ ആക്കുന്നു. അപ്പോ നോർത്ത്, സൗത്ത്, ഇങ്ങനെ ക്ലസ്റ്റർ. എന്നിട്ട് അതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? റാൻഡം ആ ക്ലസ്റ്ററിനെ മൊത്തം എടുക്കും. മറ്റോടത്ത് അങ്ങനെ മൊത്തം എടുത്തിട്ടില്ല. സ്ട്രാറ്റയില് നമ്മൾ 4 ഭാഗമാക്കി അതിന് സെലക്ട് ചെയ്യാം. ഇതങ്ങനല്ല, ക്ലസ്റ്റർ മൊത്തം എടുക്കും. അതാണ് ഇതിന്റെ വ്യത്യാസം. എക്സാമ്പിൾ നോക്ക്. ക്ലസ്റ്റർ സാമ്പിളിംഗില് നമുക്ക് 12 കുട്ടികളാണ് അല്ലെ. അതിൽ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ 6 ക്ലസ്റ്റർ ഉണ്ടാക്കി. അപ്പൊ ഇന്ത്യ എന്നത് ഒരു 10 സംസ്ഥാനമോ അല്ലെങ്കിൽ 10 ഇതൊക്കെ ആക്കിയിട്ട് കഷ്ണാക്കി, അല്ലെങ്കിൽ കേരള എന്നത് 6 ഭാഗമാക്കി. എന്നിട്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ് എടുക്കുക. അപ്പൊ ഇതിലെന്ത് ചെയ്തു? ക്ലസ്റ്റർ 3 നമ്മൾ എടുത്തു, ക്ലസ്റ്റർ 4 എടുത്തു. അപ്പോ എൻറ്റയർ പോപ്പുലേഷനെ വ്യത്യസ്ത ക്ലസ്റ്ററുകളാക്കി ആ ക്ലസ്റ്ററിൽ നിന്നും ഒരു ക്ലസ്റ്റർ കംപ്ലീറ്റ് എടുക്കുന്നു. ഇതാണ് വ്യത്യാസം. മറ്റൊരു അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻറ്റയർ പോപ്പുലേഷനെ വ്യത്യസ്ത സ്ട്രാറ്റുകളാക്കി അതിൽ നിന്നും പിന്നെ പിക്ക് ചെയ്യണം. ഇവിടെയോ 2 ക്ലസ്റ്റർ ആക്കും, ആ ക്ലസ്റ്റർ മൊത്തം എടുക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതുവരെ പറഞ്ഞ 2 വിഷയങ്ങൾ. ഹൈപ്പോത്തിസിസ്, 2 സാമ്പിളിംഗ് എന്നുള്ളത് എത്ര വലിയ പ്രധാനപ്പെട്ടാണ്? യെസ്, പ്രധാനപ്പെട്ടാണ്. കാരണം ഇത് എഫിഷ്യൻസി ആൻഡ് ഫീസിബിലിറ്റി. കാരണം നമ്മൾ സാമ്പിൾ പഠിക്കുകയാണെങ്കിൽ 1000 ആൾക്കാർക്ക് പകരമായിട്ട് 1000 ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന 100 ആൾക്കാരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് നമ്മൾ ടൈം സേവിംഗ് ആണ്, എഫോർട്ട് സേവിംഗ് ആണ്, കുറച്ചുകൂടി ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. അതിന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, ജനറലൈസേഷൻ നടക്കും. കാരണം ഇതിൽ കണ്ടെത്തിയ അതേ സാധനം തന്നെ മറ്റോടത്തും ഉണ്ടാകുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഒന്നുകൂടി എളുപ്പമായിരിക്കും. അതായത് അതിന്റെ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബയാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടി പോയിട്ട് ഇതിന് പകരം പല രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇതില് നമ്മുടെ ഇൻഫറൻസ് എല്ലാവരിലേക്കും ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാല് നമ്മൾ പഠിച്ചത് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ടെൻഡേറ്റീവ് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പഠിക്കുന്ന ആ ഒരു വേരിയബിൾസിനെ കുറിച്ചുള്ള ആ വേരിയബിളിന്റെ ബന്ധത്തെ കുറിച്ച് താൽക്കാലികമായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അതാണ് ഹൈപ്പോത്തിസിസ്. എന്നിട്ട് അത് ശരിയാണോ അല്ലേ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെയുള്ള ഹൈപ്പോത്തിസിസ് എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, ടെസ്റ്റബിൾ ആയിരിക്കണം, ഏതെങ്കിലും തിയറി ബേസിലായിരിക്കണം. അതിന് ഓപ്പറേഷൻ നടത്താനും പറ്റണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വിശദമായ പഠനവും അന്വേഷണമൊക്കെ നടത്താൻ പറ്റുന്നതായിരിക്കണം. ഹൈപ്പോത്തിസിസ് 2 തരമുണ്ട്. H1, H0. H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ്, അഥവാ there is no relation, there is no difference, there is no effect എന്നൊക്കെ പറയുന്നത്. H1 എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. യെസ്, അവിടെ ഉണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ കോറിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ വരുന്ന 2 എറേഴ്സ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ എന്നിങ്ങനെ പറയാൻ പറ്റും. അതായത് ടൈപ്പ് 1 എറർ എന്ന് എന്താണ്? H0 ശരിയായിരിക്കെ, അഥവാ H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് ശരിയായിരിക്കെ അതിനെ റിജക്ട് ചെയ്യുക, അതിനെ ആക്സെപ്റ്റ് ചെയ്ത, അതിനെ റിജക്ട് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ടൈപ്പ് 1 എറർ ആണ്. രണ്ടാമത്തത് H1 ഫാൾസ് ആയിരിക്കെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതിനെ ശരിക്കും റിജക്ട് ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ റിജക്ട് ചെയ്യാൻ മറന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് ടൈപ്പ് 2 എറർ. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ പോപ്പുലേഷൻ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് പഠനം നടത്തുന്ന രീതിയെ സാമ്പിളിംഗ് എന്ന് പറയുന്നു. പ്രൊബബിലിറ്റി, നോൺ പ്രൊബബിലിറ്റി ഇങ്ങനെ 2ആയി കാണാം. നോൺ പ്രൊബബിലിറ്റി എന്ന് പറഞ്ഞാൽ
അങ്ങനെ ആർക്കും ഈ ഇതിലേക്ക് വരാൻ സാധ്യല്ല. പിന്നെ റിസർച്ച് ചെയ്യുന്ന ആളുടെ താല്പര്യവും ആഗ്രഹവും അനുസരിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് നോൺ പ്രോബബിലിറ്റി. അത് 5 തരത്തിലുണ്ട്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരും ഇതിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ട്, ആർക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും പോപ്പുലേഷനെ, അങ്ങനത്താണ് പ്രോബബിലിറ്റി. അത് 3 തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ റാൻഡം, സ്ട്രാറ്റിഫൈഡ്, ക്ലസ്റ്റർ. ഇതൊക്കെയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കേണ്ടത്. ആപേക്ഷികമായിട്ട് സിമ്പിൾ ആണ്, ചെറിയ സാപ്റ്റർ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും മനസ്സിലാവുന്നു. ക്ലിയർ ആണോ?